ദൈവത്തിന്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ല അനുഗ്രഹപ്പെട്ട ഒരു വിശുദ്ധ ആരാധന ദിവസം ഇന്ന് ദൈവം നമുക്കായി തന്നു. ആരാധനാലയത്തിനകത്ത് കടന്നു വന്നു ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവം നമുക്കായി തന്ന ഭാഗ്യത്തെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. പല പ്രതികൂലത്തിന്റെ അവസ്ഥയിൽ, പ്രതിസന്ധിയുടെ അവസ്ഥകൾ, സമാധാനമില്ലാത്ത അവസ്ഥ, സന്തോഷമില്ലാത്ത അവസ്ഥ, ദേശത്തിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമെല്ലാം അമികാലി സ്തോത്രം ഒരു മനുഷ്യന്റെ ബുദ്ധിക്ക് അപ്പുറമായി അമികാലി സ്തോത്രം ദേശത്തിനകത്ത് കലഹങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ നിൽക്കുന്ന സമയത്ത് കർത്താവ് ഓരോ ദിവസവും നമ്മളെ എത്രമാത്രം പരിപാലിക്കുന്നു, എത്രമാത്രം കരുതുന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ സ്തോത്രം, അല്ലെങ്കിൽ ഒരു നിമിഷം നമ്മൾ ഈ ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളും നമ്മളുമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. സ്തോത്രം. നമുക്കറിയാം, കഴിഞ്ഞ വാർത്തകളിൽ രാത്രി ഒന്നിച്ച് കിടന്ന കുടുംബമാണ്, ഒരു ഭവനത്തിനകത്ത് കിടന്ന കുടുംബമാണ്. സ്തോത്രം. രാവിലെ ആവുന്ന മുമ്പേ എല്ലാവരും പോയി, ഒരാൾ മാത്രം അവശേഷിക്കും. സ്തോത്രം. സ്വന്തം ഭാര്യ അല്ലെങ്കിൽ സ്വന്തം അമികാലരിയ അപ്പൻ അല്ലെ മക്കൾ, സ്തോത്രം, കൊച്ചു കുഞ്ഞുങ്ങൾ ഫ്രണ്ടിൽ കൂടെ ഒഴുകിപ്പോയിട്ടും ഒന്നും ചെയ്യുവാൻ കഴിയാതെ കൈകെട്ടി നോക്കി നിൽക്കുന്ന അവസ്ഥ. ഓരോ വ്യക്തികളുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾ ഓരോ കോൺക്രീറ്റിന്റെ ഇടയ്ക്കൊന്ന് വലിച്ചെടുക്കുന്ന അവസ്ഥ. ഇത് കണ്ടോണ്ട് നിൽക്കുന്ന ഉറ്റവർ, അവരെല്ലാം അനുഭവിക്കുന്ന വേദന എന്തു വേദനയാണ്. ഈ കഴിഞ്ഞ 2 ദിവസം കൊണ്ട് നമ്മൾ കേൾക്കുന്ന വാർത്തയ്ക്കകത്ത് കാണുന്നുണ്ട്. ചിലതൊന്നും കാണാൻ പോലും പറ്റുന്നില്ല, കേൾക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് പ്രതിസന്ധികൾ അല്ലയോ. ഇതേപോലെയുള്ള ഒരാളുടെ ജീവിതം ഒറ്റ നിമിഷം കൊണ്ട് അവര് ചിന്തിച്ചോ, രാത്രി ചോറ് കൊണ്ട് കിടന്നുറങ്ങിയപ്പോ ചിന്തിച്ചോ രാവിലെ ഇതേപോലെ സംഭവിക്കുമെന്ന്. ഇന്നലെ വരെയും അവര് കളിച്ചു വളർന്ന നാട് രാവിലെ നോക്കിയപ്പോ ഒന്നും അവശേഷിച്ചിട്ടില്ല. ദൈവമക്കളെ, നമ്മളെല്ലാം ദൈവം എന്തെല്ലാം രീതിയിലാണ് പോയിട്ടുള്ളത്. സ്തോത്രം. അവിടെ മരിച്ചും അവിടെ ദുഃഖിതമായിരിക്കുന്നവരെല്ലാം കർത്താവിന്റെ നാമത്തിലുള്ള ആശ്വാസം ഞാൻ പകരുന്നു. കർത്താവ് അവരെ ആശ്വസിപ്പിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ഇനി ശേഷിച്ചിരിക്കുന്നവർക്ക് ജീവിക്കാനുള്ള ഒരു വലിയ ബലം പകർന്നു കൊടുക്കട്ടെ. അവർ ദൈവത്തെ അറിയട്ടെ. സ്തോത്രം. അത്രേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ, നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാനപ്പോ ഓർക്കുക, ദൈവം നമ്മളെ അതിലൊന്നും ഉൾക്കൊള്ളാതെ ദൈവം നമ്മളെ വരുന്നത്. നമുക്ക് എപ്പോഴും നമ്മളെ പ്രശ്നങ്ങളാണ്, നമ്മളെ പ്രശ്നങ്ങളും എല്ലാം പ്രശ്നങ്ങളാണോ? ഇന്നലെ ഈ 2 ദിവസം കൊണ്ട് വയനാട് അനുഭവിക്കുന്ന വേദനയ്ക്കകത്ത് നമ്മളെ പ്രശ്നം തുല്യമാണോ? ആണോ? എന്തെങ്കിലും കുറവ് ദൈവം വരുത്തുന്നുണ്ടോ? എന്തെങ്കിലും കുറവുകൾ വരുത്തുന്നുണ്ടോ? എന്തുവാ ആ നാടങ്ങ് പാപം ചെയ്തോണ്ടാണോ അടി കിട്ടിയത്? പാപം ചെയ്തോണ്ടാണോ അടി കിട്ടിയത്? എന്തെങ്കിലും കുറവുകൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം വരുത്തുന്നുണ്ടോ? സ്തോത്രം. എത്ര ദൈവത്തെ സ്തുതിച്ചാലും പറ്റുന്നു, എത്രയെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തിയാലും തീരത്തില്ല. അത്രയ്ക്ക് കരുതല. ആരെ? ദൈവം നമ്മളെ കരുതുന്നു. ഞാൻ ഓർക്കും, ഈ അഹങ്കരിക്കുന്ന മനുഷ്യനല്ല, ഒന്ന് ചിന്തിച്ചു നോക്കണം. ഇത്രയേ ഉള്ളൂ. എത്രയെല്ലാം സ്വരൂപിച്ച് വെച്ചെന്ന് പറഞ്ഞാലും, എത്രയെല്ലാം സ്വത്തുണ്ടെന്ന് പറഞ്ഞാലും, അവരിൽ ഏകദേശം മിക്കവാറുള്ളവർക്കെല്ലാം നല്ല സ്വത്തുണ്ടായിരുന്നു, പണം ഉണ്ടായിരുന്നു. ഇനി വസ്തു ഏതാന്ന് പോലും തിരിച്ചറിയത്തില്ല. ആദായം ഉണ്ടായിരുന്നു, പണം പല വീട്ടിനകത്തും ഉണ്ടായിരുന്നു. പണം കിട്ടിയോ? മനുഷ്യന്റെ കാട്ടി കൂടുതലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാതെ ഏറ്റവും കൂടുതൽ പണത്തിനും മറ്റുള്ളതിനും പ്രാധാന്യം കൊടുത്ത് പോകുന്നത് ജനം അറിയണം. വീട് കിട്ടിയോ? വലിയ മാളിക പോലെ വെച്ച വീട് കിട്ടിയോ? ആ വീടിന് അവരെ രക്ഷിക്കാൻ പറ്റിയോ? അവരുടെ പണത്തിന് അവരെ രക്ഷിക്കാൻ പറ്റിയോ? അവരുടെ വാഹനത്തിന് അവരെ രക്ഷിക്കാൻ പറ്റിയോ? അപ്പൊ ദൈവം നമ്മളെ കരുതൽ എത്ര വലുതാണ്. നമ്മൾ ചെറിയ കാര്യങ്ങൾ വരുമ്പോഴേ അങ്ങ് കുറുകുറുപ്പാണ്. നമ്മളെ കുടുംബത്തിനകത്തൊന്നും ഒരു അനർത്ഥവും വരുന്നില്ല, പ്രതികൂലം വരുന്നില്ല. ആ ദേശത്ത് തന്നെ അനേകം ദൈവമക്കൾ കിടപ്പുണ്ട്. സ്തോത്രം. അനർത്ഥങ്ങളെ അവരെ മാറ്റി നിർത്തിക്കൊണ്ടുപോവുക. കാര്യം എന്തുവാ? ദൈവത്തിന്റെ കരുതൽ രീതിയാണ്. ഉൽപ്പത്തി പുസ്തകം മുതൽ നമ്മൾ പഠിച്ചു വരുമ്പോ ഇസ്രായേൽ ജനം
ഫറവോൻ അടിമയായി. ഫറവോന്റെ മേൽ ബാധ വരുത്തുമ്പോഴും ഇസ്രായേൽ ജനം അവിടെ ഉണ്ട്. ഇസ്രായേൽ ജനത്തിന് എന്ത് വരുന്നില്ല? ഒന്നും സംഭവിക്കുന്നില്ല. ആര് കരുതുന്നു? അവരുടെ കൺമുമ്പില മറ്റവർ കിടന്ന് അനുഭവിക്കുന്നു. ഇന്ന് നമ്മളെ കൺമുമ്പിൽ അവയല്ല ജനം അങ്ങോട്ടും ഇങ്ങോട്ടും സമാധാനമില്ലാതെ ഓടുമ്പോൾ സമാധാനം തരുന്ന കർത്താവിനെ എത്ര സ്തുതിച്ചാൽ തീരുമോ? എത്ര മഹത്വപ്പെടുത്തിയാൽ തീരുമോ? നമ്മളെ സമയങ്ങൾ ചെലവഴിച്ചാൽ തീരുമോ? ആ ദൈവത്തിന് എത്രയെല്ലാം നന്ദി പറഞ്ഞാലും തീരത്തില്ല. ആ രീതിയിലാണ് ആര് കരുതുന്നത്? സ്തോത്രം. നമ്മളെ കുഞ്ഞുങ്ങളും മാതാപിതാക്കളില്ലാതെ നമ്മളെ കുഞ്ഞുങ്ങൾ കരയേണ്ട, ആ കുഞ്ഞുങ്ങൾ കരയുന്നത് പോലെ കരയേണ്ട അവസ്ഥയുണ്ടായിരുന്നു. അവിടെ നിന്ന് കർത്താവ് നമ്മളെ കരുതിയോണ്ടാ ഇന്ന് മാതാപിതാക്കളോടൊപ്പം നമുക്ക് ഇരിക്കാൻ പറ്റുന്നത്, നമ്മളെ കുഞ്ഞുങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്നത്, നമ്മളെ കുഞ്ഞുങ്ങളെ നമുക്ക് കാണാൻ പറ്റുന്നത്. ആരുടെ കൃപയാ? കർത്താവിന്റെ കൃപ. ആ ആക്രമിക്കുന്ന ആന പോലും മൗനമായിട്ട് നിന്ന് കൊടുത്തു ഒരു അമ്മയെ ഒരു കുഞ്ഞിനെയും രക്ഷിക്കാൻ. ഞാൻ ഓർമ്മ ദൈവത്തിന്റെ കരുതൽ ഇല്ലയോ? ദൈവം ഇതെല്ലാം നമ്മൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടോ? ഇതെല്ലാം വന്നായിരുന്നെ നമ്മൾ എന്ത് ചെയ്തേനെ? എന്ത് പറഞ്ഞേനെ? ചെറിയ കാര്യത്തിന് കുറുകുറുക്കുവാണെങ്കിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം നമ്മളെ വീട്ടിൽ വന്നായിരുന്നെ നമ്മൾ എന്ത് ചെയ്തേനെ? വിശ്വാസം വേണ്ടെന്ന് പറഞ്ഞേനെ. സ്തോത്രം. ഞാൻ സ്തോത്രം കഴിഞ്ഞ ദിവസങ്ങളില് സ്തോത്രം ദൈവത്തോട് പാർച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമുണ്ട്. പാർച്ചുകൊണ്ടിരിക്കുക, ദൈവം തന്നുകൊണ്ടിരിക്കുക, അതിന്റെ ഓരോ മർമ്മങ്ങള് കർത്താവ് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കും. സ്തോത്രം. ദൈവത്തിന്റെ ഭക്തന്റെ മരണം എങ്ങനെയായിരിക്കും? ഞാനത് പഠിച്ചുകൊണ്ടിരിക്കുവോ? ഞാൻ അതിനെ കുറിച്ച് വായിച്ചുകൊണ്ടിരിക്കും. ഇന്ന് പലരും പ്രസംഗിക്കുന്നുണ്ട്, പല രീതിയിലാണ് പ്രസംഗിക്കുന്നത്. അത് അവർ സാർത്ഥതയ്ക്ക് വേണ്ടിയാണ് പ്രസംഗിക്കുന്നത്. നാളെ അവർക്ക് സംഭവിച്ചാൽ വേറെ ആളും ഒന്നും പറയില്ല എന്നുള്ള സാർത്ഥതയ്ക്കാണ് പ്രസംഗിക്കുന്നത്. അതല്ല, ബൈബിൾ പഠിക്കണം. ബൈബിളിനകത്തുണ്ട്. ഒന്ന് ഞാൻ 2 വാക്ക് അതിനകത്തോട് പറഞ്ഞിട്ട് അതിനെ കുറിച്ച് ഞാൻ പഠിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം ബാക്കിയോട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഞാൻ അതൊരു മെസ്സേജായിട്ട്, അത് 1-2 ദിവസം കൊണ്ട് തീരുന്ന മെസ്സേജ് ഒന്നുമല്ല, ശക്തമായി പ്രസംഗിക്കേണ്ട മെസ്സേജാണ്. ഈ കാലഘട്ടത്തിൽ പ്രസംഗിക്കേണ്ട വിഷയം. കാര്യം എന്തുവാ? ഒരാളെ പാപത്തെ ആരും എന്ത് ചെയ്യുന്നില്ല, പറയാൻ സമ്മതിക്കില്ല. ഞാൻ പാപിയാണെന്ന് പറയുന്നത് ആർക്കും ഇഷ്ടമല്ല. തെറ്റിയിട്ടാ എനിക്കൊരു ശിക്ഷ വന്നെന്ന് പറയുന്നത് എനിക്കിഷ്ടമല്ല. പാപം ചെയ്തുകൊണ്ടാ വന്നെന്ന് പറയുന്നത് എനിക്ക് സമ്മതിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. ഞാൻ എന്റെ ധാരണ എന്തുവാ? സ്നാനപ്പെട്ട ദൈവത്തിന്റെ ബൈബിളുമായിട്ട് ഇറങ്ങി തിരിഞ്ഞാൽ പിന്നെ എന്റെ ധാരണ എന്തുവാ? നമ്മൾ ഓരോരുത്തരുടെ ധാരണ എന്തുവാ? നമ്മൾ പൂർണ്ണരാവണം. എന്താണ് പൂർണ്ണരാവേണ്ടതെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. സ്തോത്രം. ഒന്ന്, സ്തോത്രം. ഇന്നത്തെ പലരുടെ മരണങ്ങൾ, ഭക്തന്മാരുടെ മരണങ്ങൾ, ഭക്തന്മാരെന്ന് പറഞ്ഞ് നടക്കുന്ന ഭക്തന്മാരുടെ മരണങ്ങൾ പലതും ചോദ്യചിഹ്നമായി തീർന്നുകൊണ്ടിരിക്കും. ദൈവമക്കളുടെ മരണങ്ങൾ ചിലത് ചോദ്യചിഹ്നമായിരിക്കും. ഞാൻ ഒരു വാക്യം അതിനകത്ത് പറയുന്നുണ്ട്, ബാക്കി ഞാൻ വേറെ ദിവസം അത് എടുക്കുന്നതായിരിക്കും. പറിച്ചുകൊണ്ടിരിക്കുക വിഷയം പ്രാർത്ഥിക്കാതെ കംപ്ലീറ്റ് ആവാതെ എനിക്ക് എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ എടുക്കുന്നത്. എങ്കിലും ഒരാരംഭം ഞാൻ പറയാം. ദൈവത്തിന്റെ വചനം പറയുന്നു, ഭക്തന്റെ മരണം ഉറക്കം പോലായിരിക്കും. അവൻ അറിയത്തില്ല അവന്റെ മരണം. ചിലപ്പം അവനെല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കി വെച്ചിട്ടായിരിക്കും രാത്രി കിടക്കുവോ, രാവിലെ ആകുമ്പോഴും തീരും. അടുത്ത് കിടന്നവർ പോലും അറിയത്തില്ല. അത് പറഞ്ഞതിനകത്ത് ഒരു പൊരുളുണ്ട്. കർത്താവ് എടുക്കുമ്പോഴും അതേപോലെ എടുക്കുന്നത്. 2 പേർ ഒരു തിരിക്കല്ലിനകത്ത് അരി കുത്തിക്കൊണ്ടിരിക്കുന്നു, ഒരാളെ ഞാനിങ്ങനെ എടുക്കും. 2 പേർ കട്ടിലായിരിക്കുന്നു, ഒരാളെ ഞാനിങ്ങനെ എടുക്കും. 2 പേർ കൃഷി സ്ഥലത്തിരിക്കുന്നു, ഒരാളെ ഞാനിങ്ങനെ എടുക്കും. എന്നാൽ കർത്താവിന്റെ വരവ് ഒരു മകനാണ്. 2 പേരായിരിക്കും കൃഷി സ്ഥലത്ത് വരിക്കുന്നത്, കൃഷി ചെയ്തോണ്ടിരിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ അയാളെ കാണുന്നില്ല, കർത്താവ് എടുത്തോണ്ട് പോയി. വാഹനത്തിനകത്ത് 4 പേര് പോയിക്കൊണ്ടിരിക്കുക, 2 പേരെ കർത്താവിനെ എടുത്തോണ്ട് പോയി. 2 പേരെ അതിനകത്ത് അവശേഷിച്ചു. എന്ന് പറഞ്ഞാൽ ജീവിക്കുന്നവരെ എടുത്തോണ്ട് പോയി, ജീവിക്കാതെ. അപ്പോഴേ കർത്താവിന്റെ മരണം, കർത്താവിന്റെ ഭക്തന്റെ മരണം എങ്ങനെ ആയിരിക്കണം? ഉറക്കത്തെ പോലും. അല്ലാത്തൊരു മരണമുണ്ട്, രക്തസാക്ഷി മരണം. യേശുവിനെ ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോൾ, യേശുവിനെ നാമം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ കർത്താവിന് വേണ്ടി മരിക്കുന്നത് രക്തസാക്ഷി മരണം. അത് വലിയൊരു ഭാഗ്യം, അത് വലിയൊരു ഭാഗ്യമാണ്. സ്തോത്രം. അത് ലഭിക്കുന്നത് വലിയ ഭാഗ്യം. അത് പക്ഷേ ഭൂരിപക്ഷ ഭക്തന്മാരും ആഗ്രഹിക്കുന്നു. ഞാൻ ആഗ്രഹിക്കുന്ന മരണമാണ്, എനിക്ക് വെളിപ്പെടുത്തിയ മരണമാണ്. ഞാൻ എന്റെ മരണം എന്തെന്നാണ് എനിക്ക് വെളിപ്പെടുത്തി തന്നത്. ആ മരണം കണ്ടുകൊണ്ടാണ് ഞാൻ ഇറങ്ങി തിരിച്ചത്. ആ മരണത്തിന് വേണ്ടിയാണ് ഞാൻ ഇറങ്ങി തിരിച്ചത്. ആ മരണം എനിക്ക് ലഭിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചത്.
സ്തോത്രം. അല്ലാതെ ആ മരണം എങ്ങനെ എനിക്ക് എത്തിപ്പറ്റും, ആ മരണത്തിനകത്ത് എനിക്ക് എങ്ങനെ കർത്താവിന്റെ രക്തസാക്ഷിയായി തീരാൻ പറ്റും എന്നൊരു ലക്ഷ്യത്തിലാണ് ഞാൻ ഇറങ്ങിത്തിരിക്കുന്നത്. അല്ലാതെ അയ്യോ കർത്താവ് എനിക്കത് തരലേന്നല്ല, അതെല്ലാ കർത്താവ് എനിക്ക് തരുന്നെന്ന് പറഞ്ഞാൽ ഞാൻ ഇറങ്ങിത്തിരിച്ചത്. ഞാൻ അതാ ആ ഇറങ്ങിത്തിരിച്ചത് ഇന്ന് വരെയും വന്ന് നിൽക്കുന്നത്. ഞാൻ ആഗ്രഹിക്കുന്ന മരണവും അത് തന്നെ. എന്റെ കർത്താവ് എനിക്ക് വെളിപ്പെടുത്തിയ മരണവും. കാര്യം എന്റെ ജീവിതത്തിനകത്ത് എന്റെ ദൈവം എന്നെ വിളിച്ച നാൾ മുതൽ ഞാൻ ദൈവസ്ഥനിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്റെ ജീവിതത്തിൽ എന്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടമേ നടക്കാവൂ. അങ്ങയുടെ ഇഷ്ടമേ നടക്കാവൂ. സ്തോത്രം. അങ്ങയുടെ ഇഷ്ടമേ നടക്കാവൂ. എന്റെ ഇഷ്ടം നടക്കരുത്. അത് കഷ്ടമായാലും നഷ്ടമായാലും ലാഭമായാലും ഉയർച്ചയായാലും എല്ലാം ആരുടെ ഇഷ്ടമേ നടക്കാവൂ? കർത്താവിന്. ആ രീതിയിലാണ് ഞാൻ ഇറങ്ങി. അല്ലാതെ എനിക്ക് ആ മരണം കിട്ടിയോ, കർത്താവേ ഈ മരണം എനിക്ക് തരല്ലേ എന്നല്ല. ആ മരണം കിട്ടിയപ്പോഴേ ഞാൻ ചാടി എണ്ണിച്ച് ദൈവത്തെ സ്തുതിച്ചു. അതുവരെ എന്റെ ദൈവം പറഞ്ഞു നിന്നെ ഇന്നതാക്കും, ഈ രീതിയിലാക്കും, അങ്ങനെ കൊണ്ടുപോയി ഇങ്ങനെ കൊണ്ടുപോയി ഇവിടെ എല്ലാം ദൈവം നിന്നെ മാനിക്കുമെന്നല്ല പറഞ്ഞപ്പോ എനിക്ക് സ്തുതി വന്നില്ല. എന്റെ മരണം വെളിപ്പെടുത്തിയപ്പോൾ എനിക്ക് സ്തുതി വന്നു. കാര്യം എന്തുവാ? എനിക്കതാ വേണ്ടത്. കാര്യം എനിക്ക് ഉറപ്പുണ്ട്. ആ മരണത്താൽ എനിക്ക് ഉറപ്പുണ്ട് ഞാൻ എവിടെ കാണുമെന്ന്, കർത്താവിന്റെ സന്നിധി കാണുമെന്ന്. സ്തോത്രം. ഇന്ന് തെറ്റുകാരണ ഒരുപാടുണ്ട്. ചിലവരുടെ ധാരണ മരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ആള് കൂടി കഴിഞ്ഞാൽ അവിടെ നിന്നും ഇവിടെ നിന്നും അല്ല ആൾക്കാർ കൊണ്ട് കൂടിയിട്ട് നിലവിളിച്ച് അയ്യോ യോ ഈ നാടിന് ശ്രേഷ്ഠനായിരുന്നു, വീടിന് ശ്രേഷ്ഠ, ഇങ്ങനെല്ലാം പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കുമ്പോഴവർക്കും നല്ല മനുഷ്യനാണ്. തെറ്റാണ്. ഇത് തന്നെയായിരുന്നു ധനവാനെ കുറിച്ച് വന്ന് നടന്നത്. ധനവാനെ കുറിച്ചും നടന്നത്. സ്തോത്രം. മരണത്തിന് 10 ആള് കൂടുന്നതൊന്നും അല്ല വിഷയം. മരണത്തിന് ആള് കൂടുന്നതല്ല വിഷയം. അത് നേതാക്കന്മാർ മരിക്കുമ്പോൾ ആള് കൂടും, ഇല്ലയോ? സിനിമാ നടന്മാർ മരിക്കുമ്പോഴും ആള് കൂടും. പ്രൈസലോ. അല്ലെങ്കിൽ ലോകത്തിൽ പ്രസിദ്ധരായിരിക്കുന്ന പലരും മരിക്കുമ്പോഴും ആള് കൂടും. ഭക്തൻ മരിക്കുമ്പോൾ ആള് കൂടും. ആള് കൂടുന്ന അല്ല വിഷയം, ആള് കുറയുന്നതുമല്ല വിഷയം. യഥാർത്ഥമായി എനിക്ക് തന്ന ആയുസ് ഇപ്പോ 47 വയസ്സ് എനിക്കുണ്ട്. ഈ 47 വയസ്സ് കാലത്ത് ഞാൻ ദൈവത്തിന് വേണ്ടി, ദൈവവചനത്തിന് വേണ്ടി എങ്ങനെ ജീവിച്ചു, ആ ജീവിതമാണ് ആര് കണക്ക് കിട്ടുന്നത്? എങ്ങനെ മരിച്ചോ മരിക്കാത്ത അല്ല വിഷയം. ഞാൻ കർത്താവിന് വേണ്ടി ജീവിച്ചതാണ്. ആര് കണക്കിടുന്നത്? കർത്താവ് കിട്ടുന്നത്. ഞാൻ മരിക്കുമ്പോൾ ഒരു ചോദ്യചിഹ്നമായിട്ട് വെച്ചിട്ട് മരിക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. ദൈവത്തിന്റെ ഭക്തന്റെ മരണം അങ്ങനെയല്ല. അവൻ മരിക്കുമ്പോൾ പോലും അവനെ പ്രസിദ്ധമായി പറയും. സ്തോത്രം. സ്തോത്രം. അഥവാ ഒരു ഭക്തന്റെ മരണത്തിനകത്ത് ചോദ്യചിഹ്നം വെച്ചാലും കുഴപ്പമില്ല, നമുക്ക് സ്വർഗത്തിൽ പോകുന്ന വിഷയം ആണോ? 10 നാട്ടുകാർ നല്ലത് പറയുന്നതാണോ? ഞാൻ ചെന്നിട്ട് എല്ലാം ഞാൻ യേശു ക്രിസ്തുവിനെ അറിഞ്ഞ് പുതിയതായി സൃഷ്ടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണുന്ന എല്ലാം ഫംഗ്ഷനും, ഞാൻ കാണുന്ന എല്ലാം കാര്യത്തിനും യേശു ക്രിസ്തുവിനെ അറിഞ്ഞൊരു വ്യക്തിക്ക് പോകേണ്ട സ്ഥലങ്ങളും കഴിക്കേണ്ട സ്ഥലങ്ങളും സംസാരിക്കേണ്ട സ്ഥലങ്ങളും ഇതെല്ലാം യേശു ക്രിസ്തുവിനെ അറിഞ്ഞ ഒരു ദൈവ പൈതൽ ചെയ്യുമ്പോൾ സ്വർഗം തുറന്ന് മനുഷ്യനല്ല നോക്കുന്നത്, യേശു തന്നെ നോക്കിക്കൊണ്ടിരിക്കും. യേശു നോക്കുന്നതിന്റെ കൂടെ വേറൊരാൾ നോക്കും. ആരാ? കാര്യം യേശുവിൽ നിന്ന് അവകാശം ലഭിക്കാൻ ഒട്ടും ആഗ്രഹിക്കാത്ത ഒരു വ്യക്തി ആര്? നമ്മൾ ദൈവത്തിൽ നിന്ന് ഒരു ആഗ്രഹം, ദൈവം തരുന്ന അവകാശം എന്തിയല്ലേ പ്രാപിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി ആര്? അപ്പൊ ദൈവമക്കൾക്ക് സാക്ഷ്യം ഉണ്ടാവണം. കാണുന്നിടത്തെല്ലാം മീറ്റിംഗ്, കാണുന്ന അവിടെ ഇവിടെ എല്ലാം വിളിക്കുന്നു, അയ്യോ ഞാൻ യേശു ക്രിസ്തുവിനെ ഉയർത്തുന്നത്. പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. യേശു ക്രിസ്തു പറഞ്ഞതിന് വ്യവസ്ഥയുണ്ട്. യേശു ക്രിസ്തു പോയ സ്ഥലങ്ങളുണ്ട്. ദൈവത്തിന്റെ അപ്പോസ്തലന്മാര് പോയ സ്ഥലങ്ങളുണ്ട്. ഒരു വ്യവസ്ഥയുണ്ട്. വ്യവസ്ഥ കൂടാത്തടുത്ത് ആര് പോയിട്ടില്ല? അപ്പോസ്തലന്മാരും പോയിട്ടില്ല, യേശു കർത്താവും പോയിട്ടില്ല. ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. ആ വ്യവസ്ഥ വെച്ച് കാണുന്നിടത്തെല്ലാം അവിടെ ഇവിടെ എന്നെല്ലാം പറഞ്ഞ് പോയി കഴിഞ്ഞാൽ എവിടെ വരത്തില്ല. എനിക്ക് പള്ളിയിൽ അച്ഛന്മാരെല്ലാം നല്ല കുറെ കമ്പനികളുണ്ട്. ഈ അച്ഛന്മാരെല്ലാം എനിക്ക് വേണമെങ്കിൽ സൂപ്പിക്കാം. അച്ഛന്മാർ എന്നെയും കയറി സൂപ്പിക്കും. പൊതുകാര്യങ്ങൾക്കെല്ലാം എനിക്ക് ഇറങ്ങാം. മെമ്പർമാരും രാഷ്ട്രീയക്കാരെല്ലാം എനിക്കൊന്ന് സൂപ്പിക്കാം. അവരും എന്നെ സൂപ്പിക്കും. അതിനല്ല ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്. ഞാൻ സൂപ്പിക്കേണ്ടത് ആരെയാ? യേശുപ്പത്തിനെയാണ്. എന്നെ കുറിച്ച് സാക്ഷ്യം പറയുന്നത് ആരാ? യേശുപ്പത്തിനാ. 10 പേര് വന്ന് എന്നെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞെന്ന് പറഞ്ഞ് ഞാൻ സ്വർഗത്തിൽ പോകത്തില്ല.
സാക്ഷ്യം പറയണമെങ്കിൽ ആര് പറയണം? കർത്താവ് എന്തു പറഞ്ഞു? യേശുവിനെ എന്തു പറഞ്ഞു? യേശുവിനെ പറഞ്ഞതാ നമ്മൾ ചെയ്യേണ്ടത്. എന്തു ചെയ്യേണ്ടത്? യേശുവിനെ പറയുക, എനിക്ക് നിങ്ങൾ ആരെ സാക്ഷ്യം വേണ്ട, എന്നെ അയച്ച പിതാവിന്റെ സാക്ഷ്യമാണ്. യേശുവിന് അതാണോ പറഞ്ഞേ? ബൈബിളിൽ അതാണോ പറഞ്ഞേക്കുന്നത്? എന്റെ അപ്പന്റെ സാക്ഷ്യം വേണമെന്നാണോ? അമ്മയുടെ സാക്ഷ്യം വേണമെന്നാണോ? എന്റെ ഭർത്താവിന്റെ സാക്ഷ്യം വേണമെന്നാണോ? ഭാര്യയുടെ സാക്ഷ്യം വേണമെന്നാണോ? ആണോ? ആണോ? ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, ഭാര്യ ഭർത്താവ് വീട്ടിൽ ഇരിക്കും, ഭാര്യയോട് ഭർത്താവ് ചില ചൂടായി സംസാരിച്ചു, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനോട് ചൂടായി, എന്നിട്ട് ഭാര്യ പോയി ചെന്ന് അപ്പുറത്തിരുന്ന് പ്രാർത്ഥിക്കും, അല്ലെ ഭർത്താവ് അപ്പുറത്തിരുന്ന് പ്രാർത്ഥിക്കും. ഇയാളെ പ്രാർത്ഥന ആര് കേൾക്കും? ആര് പറയും? ആര് പറയും? ഭാര്യ പറയും. അപ്പൊ ഭാര്യയുടെ സർട്ടിഫിക്കറ്റ് വേണോ? ഭാര്യയുടെ സർട്ടിഫിക്കറ്റ് വേണോ? മക്കളുടെ സർട്ടിഫിക്കറ്റ് വേണോ? അപ്പന്റെ അമ്മയുടെ സർട്ടിഫിക്കറ്റ് വേണോ? ഞാൻ ആരോടാ പ്രാർത്ഥിക്കുന്നത്? എന്റെ ഭാര്യയോടാണോ പ്രാർത്ഥിക്കുന്നത്? ഭർത്താവിനോടാണോ പ്രാർത്ഥിക്കുന്നത്? മക്കളോടാണോ പ്രാർത്ഥിക്കുന്നത്? ഞാൻ ആരോടാ പ്രാർത്ഥിക്കുന്നത്? എന്റെ യേശുപതനോടാ പ്രാർത്ഥിക്കുന്നത്. എന്റെ മനസ്സറിയുന്ന എന്റെ യേശുപതനോട്. എന്റെ ഉള്ളു കരഞ്ഞാൽ, ആ ഉള്ളു കരച്ചിൽ കണ്ടു കഴിഞ്ഞാൽ എന്നെ ആശ്വസിപ്പിക്കുന്ന എന്റെ യേശുപതനോടാ ആര് പ്രാർത്ഥിക്കുന്നത്? അപ്പൊ എനിക്ക് 6 സർട്ടിഫിക്കറ്റ് മതി. 6 സർട്ടിഫിക്കറ്റ് മതി. കർത്താവിന്റെ സർട്ടിഫിക്കറ്റ് മതി. ഭാര്യയുടെ സർട്ടിഫിക്കറ്റ് ചില സമയത്ത് മാറും, ഭർത്താവിന്റെ സർട്ടിഫിക്കറ്റ് ചില സമയത്ത് മാറും, മക്കളുടെ സർട്ടിഫിക്കറ്റ് ചില സമയത്ത് മാറും, അപ്പന്റെ അമ്മയുടെ സർട്ടിഫിക്കറ്റ് ചിലപ്പോ മാറും, ദേശത്തിന്റെ സർട്ടിഫിക്കറ്റ് മാറും, കൂട്ടുകാരുടെ സർട്ടിഫിക്കറ്റ് മാറും. അമികളിൽ മാറാത്ത ഒറ്റ സർട്ടിഫിക്കറ്റേ ഉള്ളൂ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ സർട്ടിഫിക്കറ്റ് മാത്രം മാറത്തില്ല. മാറാത്തതുകൊണ്ടാ ഇന്ന് ഞാൻ ദിവസം നിൽക്കുന്നത്. ആ വലിയ മക്കൾക്ക് നമ്മൾ എന്തെങ്കിലും നല്ല ചെയ്തു കൊടുത്താൽ, അല്ലെങ്കിൽ അപ്പനും അമ്മയ്ക്ക് എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ ചക്രവാക്കെല്ലാം പറയും. കുറച്ച് കഴിയുമ്പോൾ ഇതെന്ത് ചെയ്യും? മാറ്റും. കണക്ക് പറയും. പറയാതിരിക്കും. കണക്ക് പറയോ ഇല്ലയോ? പറയും. പക്ഷെ യേശുവിനെ പറയത്തില്ല. യേശുവിനെ പറഞ്ഞായിരുന്നെങ്കിൽ നമ്മൾ നിന്ന് കാണത്തില്ല, നമ്മൾ കാണത്തില്ല. സ്തോത്രം. അപ്പൊ നമുക്ക് 6 സർട്ടിഫിക്കറ്റ് മതി. ആ രീതി ജീവിക്കുന്ന ദൈവപൈതലിനെയാണ് ആർക്ക് വേണ്ടത്? നമ്മൾ ചിലവരെ അഡ്വാൻസ് ആയിട്ട് സ്നേഹിക്കുന്നത്, അഡ്വാൻസ് ആയിട്ട് ഇട്ടേക്കുന്നതിന്റെ കാരണം എന്താ പറയാ? നാളെ അവരെ കൊണ്ട് നമുക്ക് ആവശ്യം കൂതിയ ആണോ അല്ലയോ? അല്ല, അവരെ പിണക്കണ്ട. നാളെ ചിലപ്പം അയൽവാസിയാ, നാളെ ചിലപ്പോൾ ആവശ്യം ഉണ്ടാവും. ബൈബിൾ പറയുന്നതിന്റെ അയൽവാസി നിന്നെ പോലെ സ്നേഹിക്കണം. അതിനൊന്നും അല്ല നമ്മൾ സ്നേഹിക്കുന്നത്. നാളെ ചിലപ്പം വിളിച്ചു പോകുമ്പോൾ കൂടി വരണം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് വരണം. ഇത് അഡ്വാൻസ് ആയിട്ട് ഇടുക, അല്ലേ? അഡ്വാൻസ്. നാളെ അവനാണോ ജീവനോട് പോകും, അവനാണോ ജീവനോട് ഇരിക്കുന്നത്, ഞാനാണോ ജീവൻ ഇരിക്കുന്നത്? ആർക്ക് പറയാൻ പറ്റും? പറ്റൂ. അപ്പൊ എനിക്ക് അവന്റെ ആശ്രയമല്ല വേണ്ടത്. ആരുടെ ആശ്രയം വേണ്ടത്? ഞാൻ ദൈവത്തിന്റെ ആശ്രയം. ദൈവത്തിന്റെ ആശ്രയത്തിൽ ജീവിക്കുന്നവൻ അയൽവാസി നല്ലോണം സ്നേഹിക്കും. അവൻ പാപം ചെയ്യുന്നില്ല. അവൻ ആരോട് കുശുമ്പോ അസൂയ ഉണ്ടാവുന്നില്ല. അവൻ മനുഷ്യനെ, ദൈവത്തെ നല്ല മനസ്സാക്കിയോട് സ്നേഹിക്കും. കാര്യം എന്തുവാ? അവൻ ആരെയാ സ്നേഹിക്കുന്നത്? കർത്താവിനെ സ്നേഹിക്കുന്നത്. മനുഷ്യനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നത് കൊണ്ടാണ് നിനക്ക് ദൈവത്തിന്റെ സന്നിധി പാപം ചെയ്യേണ്ടത്. നിനക്ക് പാപമാണോ ചെയ്യേണ്ടത്? ദൈവത്തിന് വേണ്ടി നന്മയാണോ ചെയ്യേണ്ടത്? ഏതാണ് തിരിച്ചെടുക്കേണ്ടത്? നമ്മളാണ് തെരഞ്ഞെടുക്കേണ്ടത്. സ്തോത്രം. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കഴിഞ്ഞ ഒരു മാസം ഭയങ്കര സന്തോഷം തോന്നി. ആ മഞ്ജൂസ് ആരാധനയ്ക്കകത്തുണ്ടായിരുന്നു. അതിന് മുമ്പേ പലപ്പോഴും നാട്ടിൽ വരുമ്പോൾ ആരാധന കൂടാതെ പോകുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ പ്രാവശ്യം ആരാധനയ്ക്ക് തീരുമാനമെടുത്തു. ഞാൻ ആരാധനയ്ക്ക് പോകും. എന്ത് വിഷയം വന്നാലും ആരാധനയ്ക്ക് പോകും. അവിടെ നിന്ന് ഉറച്ച തീരുമാനമെടുത്തു. തല പോയാലും പ്രതികൂലം വന്നാലും പ്രയാസം വന്നാലും എനിക്ക് ആരാധനയ്ക്ക് പോയേ പറ്റും. ആ തീരുമാനത്തിൽ ആര് മാനിച്ചു? സ്വർഗം മാനിച്ചു, കർത്താവ് മാനിച്ചു. അതുകൊണ്ട് ആരാധനയ്ക്ക് വരാൻ പറ്റും. ഇനി തീരുമാനമെടുത്തു. ഇനി എടുക്കുന്ന തീരുമാനം എക്സ്ക്യൂസ് തീരുമാനമല്ല, ഉറച്ച തീരുമാനമെടുത്തു. ഭർത്താവ് എന്ന് പറയുന്ന ഒരു വ്യക്തി തിരിച്ചറിഞ്ഞു യേശു അത്ഭുതം ചെയ്യുമെന്ന്. യേശു നന്മ തരുന്നതെന്ന് തിരിച്ചറിഞ്ഞു. ഒരു വട്ടമല്ല, പല വട്ടങ്ങൾ കുടുംബത്തിനകത്ത്
പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത്, യേശുവിനെ മുറുകി പിടിച്ചു പോകുന്ന വിഷയത്തിനകത്തല്ല വിടുതൽ കിട്ടുന്നത്. കണ്ണാലും കണ്ടു, ശരീരം കൊണ്ടും അനുഭവിച്ചു, ശരീരം കൊണ്ട് അത് പ്രാപിക്കുകയും ചെയ്തു. അനുഭവിച്ചിട്ടും യേശുവിനെ ഇനിയും സ്വീകരിക്കാൻ പറ്റത്തില്ലെങ്കിൽ ഇനി പറയുന്ന വാക്ക് കേൾക്കാൻ പറ്റത്തില്ല. ആദ്യമെല്ലാം ഭർത്താവ് പറയുന്ന കുറച്ച് നമ്മൾ കേൾക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അവിടെ നമ്മൾ കേൾക്കണം, സ്തോത്രം, അനുസരിക്കണം. അതൊരു ഭാര്യയുടെ ചുമതലയെ അനുസരിക്കണം, ഏറ്റെടുക്കണം. ചിലതിനകത്ത് രഹസ്യമായിട്ടിരിക്കണം, രഹസ്യമായി പ്രാർത്ഥിക്കണം, ഇതെല്ലാം ചെയ്യണം. പക്ഷെ പരസ്യമാക്കേണ്ട ഒരു സമയമുണ്ട്. അന്ന് പരസ്യമാക്കേണ്ട സമയത്തും നീ രഹസ്യമായിട്ടിരുന്നാൽ നടക്കത്തില്ല. പരസ്യമാക്കി പുറത്തു വന്നോണം, എങ്കിലേ ദൈവത്തിന്റെ പ്രവൃത്തി നടക്കത്തുള്ളൂ. പറഞ്ഞ പൊരുളി ഞാൻ മനസ്സിലായോ? ഒരുപാട് അത്ഭുതം കണ്ടു. ഇതെല്ലാം യേശു ചെയ്യുന്നതെന്ന് അറിയാം, ഇതെല്ലാം പ്രാർത്ഥനയാണ് നടക്കുന്നതെന്ന് അറിയാം. എന്നിട്ട് ഇതൊന്നും അല്ലെന്ന് പറഞ്ഞ് എഡിറ്റ് കഴിഞ്ഞാൽ ഇനി കേൾക്കേണ്ട കാര്യമില്ല. കാര്യം എന്തുവാ? ഇനി ദൈവം തരുന്നത് അനുഭവിക്കുമ്പോൾ ദൈവത്തിന് മഹത്വം കൊടുക്കണ്ടേ? അതുകൊണ്ട് തീരുമാനം എടുത്തപ്പം വിട്ടോ? ഈ വർഷം തീരുമാനം എടുത്തപ്പോൾ വിട്ടോ ഇല്ലയോ? ഈ വർഷം പേടിച്ചിരുന്നായിരുന്നു, ഈ ഇരിക്കത്തേ ഉള്ളായിരുന്നു. ആണോ? അടുത്ത വർഷം കുഞ്ഞുങ്ങൾ രണ്ടുപേരും ഉണ്ട്. എനിക്ക് ഉറപ്പാണ് അടുത്ത വർഷം ഇവര് 3 പേരായിരിക്കും വരുന്നത്. അതിന്റെ അടുത്ത വർഷം കർത്താവിന്റെ വരവ് താമസിക്കുന്ന രജിസ്റ്ററുണ്ട്. നടക്കത്തില്ലെന്ന് മനസ്സിലാവുമ്പോ, പ്ലാൻ നടക്കത്തില്ലെന്ന് മനസ്സിലാവുമ്പോ പിശാചങ്ങ് താഴും. പിന്നെ ദൈവനാമം എന്ത് ചെയ്തുള്ളൂ? അത് വെളിപ്പെടുത്തേണ്ടതുണ്ട്. ആദ്യമേ കയറിയൊന്നും വെളിപ്പെടുത്താൻ പറ്റത്തില്ല. ഇപ്പൊ പൊന്നൂന്റെ ഹസ്ബൻഡിന്റെ അടുത്ത് കയറി പെട്ടെന്ന് വെളിപ്പെടുത്താൻ വെളിപ്പെടുത്തി കൊടുത്തോണ്ടിരിക്കും. സമയം, അതിന് സമയം ഒരുപാടുണ്ട്. മനുഷ്യന് ഒരുപാട് സമയം കൊടുത്തിട്ടുണ്ടായിരുന്നു ദൈവം, ഇല്ലേ? സാവധാനം കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്തോത്രം. ഇനിയുമില്ല. ഇനി ചില തീരുമാനം കർത്താവിന്റെ നാമത്തിൽ. ബാക്കിയുള്ള കാര്യത്തിനകത്ത് ഭർത്താവിനെ കീഴ്പ്പെട്ടോണേ. കർത്താവ് പറയുന്നത് കേട്ടോ, കർത്താവിന്റെ നാമത്തിൽ ആത്മീയ കാര്യത്തിനകത്തുള്ള കാര്യം ഞാൻ പറഞ്ഞേ. ആത്മീയത്തിൽ വരുന്നവരെ ആത്മീയ കാര്യത്തിനായിരിക്കണം മുഖ്യ സ്ഥാനം കൊടുക്കേണ്ട. കാര്യം എന്തുവാ? ഭർത്താവിന്റെ കാട്ടി, ഭാര്യയുടെ കാട്ടി, മക്കളെ കാട്ടി, അപ്പനാട്ടി, അമ്മയുടെ കാട്ടി പ്രാധാന്യം ആർക്കായിരിക്കണം? യേശുവിന്. ആ യേശുവിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നമ്മളെ വീണ്ടെടുക്കുവാൻ, നമ്മളെ രക്ഷിക്കുവാൻ, അനുഗ്രഹിക്കുവാൻ കഴിയത്തുള്ളൂ. അപ്പോഴാർക്കേ കൊടുക്കാവൂ? ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ, ഞാൻ കർത്താവിന്റെ വേല ചെയ്യുന്നെന്ന് പറഞ്ഞ് കാണുന്നിടത്തല്ല ഞാൻ കർത്താവിന്റെ വേല ചെയ്യാനല്ല. എനിക്ക് ചില കാര്യങ്ങളുണ്ട്, അതിനകത്തുനിന്ന് ഞാൻ മാറി നിൽക്കണം. അങ്ങനെ ജീവിക്കുന്നവനെ ആർക്ക് മതി? കർത്താവിന് മതി. അല്ലാത്തവനെ ആർക്ക് വേണ്ട? കർത്താവിന് വേണ്ട. അല്ലാത്തവനെ കർത്താവിന് വേണ്ട. എനിക്കും എല്ലാവരെയും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. നേതാക്കന്മാർ പലരും വന്ന് എന്നോട് പറയാറുണ്ട്, ഇന്നത് ചെയ്യണം, അത് ചെയ്യണം എന്നൊന്ന് നിങ്ങൾ വന്ന് പറഞ്ഞാൽ നടക്കും. ഞാൻ പറയത്തില്ല. കാര്യം എന്തുവാ? എന്റെ ദൈവം പറയാത്ത കാര്യം ഞാൻ ചെയ്യും. ലോകം പറയുന്നതല്ല ഞാൻ ചെയ്യുന്നത്. ആര് പറയുന്നതാ? കർത്താവ് പറയാൻ ചെയ്യുന്നത്. കാര്യം എന്നെ ലോകമല്ല വീണ്ടെടുത്തത്. ആരാ വീണ്ടെടുത്തേ? എനിക്ക് ആയുസ് തരുന്ന കർത്താവാ, എന്റെ രോഗങ്ങളെ മാറ്റുന്ന കർത്താവാ, എന്റെ ക്ഷീണത്തെ മാറ്റുന്ന കർത്താവാ, എനിക്ക് നന്മ തരുന്ന കർത്താവാ, എനിക്ക് അനുഗ്രഹം തരുന്ന കർത്താവാ, എന്നെ വിടുവിക്കുന്ന കർത്താവാ. അപ്പോഴെന്റെ സ്ഥാനം ആർക്കാ? അതുകൊണ്ട് കർത്താവിനെ എല്ലാവരെയും വിട്ട് എന്റെ പിന്നാലെ വരുന്നവനെ ഞാൻ 100 മടങ്ങ് തിരിച്ചു കൊടുക്കും. അപ്പൊ ആദ്യം പ്രാധാന്യം ആർക്കായിരിക്കണം? കർത്താവിനായിരിക്കും. ഇനി എടുക്കുന്ന തീരുമാനം കുറച്ച് ആത്മീയ കാര്യത്തിനകത്ത്, മറ്റുള്ള കാര്യത്തിനല്ല ഞാൻ പറയുന്നത്. മറ്റുള്ള കാര്യത്തിന് ഭർത്താവിന് കൊടുക്കേണ്ട സ്ഥാനമുണ്ട്, ഭാര്യയ്ക്ക് കൊടുക്കേണ്ട സ്ഥാനമുണ്ട്. പക്ഷെ ആത്മീയ കാര്യത്തിനകത്ത് ഒരു സ്ഥാനവുമില്ല. സ്ഥാനം മൊത്തം ആർക്കായിരിക്കണം? ദൈവത്തിനായിരിക്കണം. ആത്മീയ കാര്യത്തിനകത്ത് അതിനകത്ത് ചിന്തിക്കാനോ പറയാനോ ഒന്നും നിൽക്കല്ലേ. അത് ദൈവമായിട്ട തീരുമാനം. ആ തീരുമാനം പോകുന്നുവെങ്കിൽ നമ്മളെ തലമുറ, നമ്മളെ കുടുംബം എന്ത് ചെയ്യും? അനുഗ്രഹം പ്രാപിക്കും. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അത് അനുഗ്രഹം പ്രാപിക്കും. നമുക്ക് ഒരു ഭാഗത്തിലേക്ക് നമുക്ക് വരാം. സ്തോത്രം. അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം മുതൽ ഒരാൾക്കൊന്ന് വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 10:9 മുതൽ. ആകാശം തുറന്നിരിക്കുന്നതും വലിയൊരു തുപ്പട്ടി പോലെ 4 കോണും കെട്ടിയിട്ട് ഭൂമിയിലേക്ക് ഇറക്കി വിട്ടു. കർത്താവിന്റെ ദൈവത്തിന്റെ ദാസനായ അപ്പോസ്തലനായ പത്രോസ് പറയുന്നു, ക്ഷീണിച്ചു, വിശന്നായി, വിശന്നിരുന്നപ്പോൾ അവനൊരു വിശുദ്ധം, അവന് ഒരു ക്ഷീണം വന്നു. പ്രതികൂലത്തിന്റെ മധ്യയിലാണ് ചില വെളിപ്പെട്ട് കിട്ടുന്നത്. അപ്പൊ പ്രതികൂലം, പ്രയാസവും ക്ഷീണമെല്ലാം വരും. അതെന്ത് കിട്ടാനാ? അതിനകത്തുനിന്ന് പരിഹാരം ലഭിക്കുവാനുള്ള വെളിപ്പാട് കിട്ടാനാ. അപ്പൊ കഷ്ടമുണ്ട്, ദൈവമക്കൾക്ക് കഷ്ടമുണ്ട്. കഷ്ടമൊന്നും മാറിപ്പോത്തില്ല, കഷ്ടമെല്ലാം ഉണ്ട്. പക്ഷെ കഷ്ടത്തെ ജയിക്കുവാൻ
ആർക്ക് വരം നൽകിയിട്ടുണ്ട്? ദൈവമക്കൾക്ക് വരം നൽകിയിട്ടുണ്ട്. കഷ്ടം എന്ന് പറയുന്ന ഒരു വരം ദൈവം നൽകിയിട്ടുണ്ടെങ്കിൽ കഷ്ടത്തെ ജയിക്കുവാനും ആർക്ക് വരം നൽകിയിട്ടുണ്ട്? ദൈവം നമുക്ക് വരം നൽകിയിട്ടുണ്ട്. ദൈവം ചുമ്മാ കഷ്ടം തരത്തില്ല. കഷ്ടത്തെ വിടുവിക്കുവാൻ ആർക്കറിയാം? ദൈവത്തിന് അറിയാം. കഷ്ടം അനുഭവിക്കുമ്പോൾ നമ്മൾ ആരോട് അടുക്കും? ദൈവത്തോട് അടുക്കും. സ്തോത്രം. ഇതിന് മുമ്പുള്ള വാക്യത്തിനകത്ത് പഠിക്കുമ്പോൾ ഇതിന്റെ മെയിൻ പശ്ചാത്തലം എന്തെന്ന് ചോദിച്ചാൽ, കൊർലോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ദൈവം ദർശനം കൊടുത്തു. ജാതിക്കാരനാണ്, ദൈവമായിട്ട് ബന്ധമില്ലാത്തവനാണ്. പക്ഷെ യഹോവയെ ദൈവം അവനൊരു ദർശനം കൊടുത്തു. കാര്യം അവൻ ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നവനാണ്. അവൻ ആരോട് അടുക്കുന്നവനാ? യഹോവയെ ദൈവം എന്തോ പറഞ്ഞാലും അനുസരിക്കുന്നവനാണ്. ഒരു ദൈവ പൈതൽ ജീവിക്കുന്ന പോലെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ആര്? കൊർലോസ്. പക്ഷെ അവൻ ഈ ജാതിക്കാരനല്ല, യഹൂദനല്ല, അല്ലെങ്കിൽ ദൈവത്തിന്റെ പൈതലല്ല അവൻ. പക്ഷേ അവൻ ദൈവം പറയുന്നത് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? അനുസരിക്കത്തുള്ളൂ. അവൻ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ്. അപ്പോഴവന് ദർശനം വെളിപ്പെടുത്തി കൊടുത്തു. വചനത്തിന്റെ പൊരുൾ വെളിപ്പെടുവാൻ വേണ്ടി നീ ആരെ വിളിക്കണം? പത്രോസിനെ പോയി വിളിച്ചോണ്ടാണ്. അവന് പത്രോസ് എന്തെന്ന് അറിയത്തില്ല. പത്രോസും കൊർലോസും തമ്മിൽ ബന്ധമില്ല, പരിചയമില്ല. പറഞ്ഞു, അവൻ ഇന്റെ അടുത്തുണ്ട്, തോൽപ്പണിക്കാരനായവന്റെ വീടിനകത്തുണ്ട്, അവൻ അവിടെ താമസിക്കുന്നുണ്ട്. നീ എന്ത് ചെയ്താൽ മതി? ആളെ അവനെ സൽക്കരിച്ച് അവനെ ആദരവോടെ അവനെ വിളിച്ചോണ്ട് വാ. അവൻ നിനക്ക് പറഞ്ഞു തരും, ഞാനുമായിട്ടുള്ള ബന്ധം അടുക്കുവാനുള്ള മാർഗം പറഞ്ഞു തരും. കൊർലോസ് ഉടനെ അതിനകത്ത് ഭക്തനായിട്ടുള്ളവരെ, മറ്റുള്ളവരെ അല്ല, അതിനകത്ത് ഭക്തനായിട്ട് നിൽക്കുന്നവരെ ജോലിക്കാരെ എങ്ങോട്ട് അയച്ചു? പത്രോസിന്റെ അടുത്തോട്ട് അയച്ചു. അപ്പൊ പത്രോസിന്റെ വീട്ടിലോട്ട് ചെന്നിട്ട് പത്രോസിനോട് പറയുക, സ്തോത്രം, എന്റെ വീട്ടിലോട്ടൊന്ന് വരണേന്ന് പറഞ്ഞാൽ പത്രോസ് പോകത്തില്ല. പത്രോസ് പോകത്തില്ല. പത്രോസ് പോകത്തില്ല. ഒരു ഡൗട്ട് പറഞ്ഞാല്, മാതാമർദ്ദാനം ഇപ്പൊ എന്നോട് വന്ന് പറയുക, ഒന്ന് വീട്ടിലോട്ട് വരാൻ പറഞ്ഞ ഞാൻ ചെല്ലും. വിശാരി പിടിക്കാൻ അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഭൂതം പിടിച്ച് അവിടെ കാണണം. എന്നെന്തിനാ ഭൂതം വിളിക്കുന്നത്? അല്ല, വേറെ സ്വീകരണോടുണ്ട്, ഒരു ഫ്രണ്ടിൽ ഒരു സീറ്റ് തരാന്ന് പറഞ്ഞാൽ പോകും. ദൈവത്തെ ഭയപ്പെടുന്ന ദൈവമക്കള് പോത്തില്ല. പക്ഷെ പോകുന്നവരുണ്ട്. ഒരു തിരുമേനി പോയി അവിടെ പോയി ഇരുന്നിട്ട് ഇത് മാതാവാന്ന് പറഞ്ഞ ജീവിതമുണ്ട്. സ്തോത്രം. പക്ഷെ യേശുവിനെ അറിഞ്ഞോ പോത്തില്ല. പോകുന്നവരുണ്ട്. അത് യേശുവിനെ അറിയാത്തവരാ. യേശുവിനെ അറിഞ്ഞു പോത്തില്ല. പണ്ട് മനോരമയ്ക്കകത്ത് ഞാനൊന്ന് കണ്ട്, സ്തോത്രം, മാതാമർദ്ദാനത്തിന്റെ അടുത്ത് പോയിട്ട് കാലി പിടിച്ചു. ക്രിസ്ത്യാനിയാണ് പേര്. പിറ്റേന്ന് മന്ത്രിസഭ പൊളിഞ്ഞു താഴെ പോയി. മുഖ്യമന്ത്രി സഭയിൽ പോയി, പിന്നെ ഡൽഹി പോയി, പിന്നെ കേരളത്തിനകത്ത് ഇതുവരെ വന്നിട്ടില്ല. ആന്റണിയുടെ കാര്യമാണ്. ബാക്കിയുള്ള നേതാക്കന്മാരെല്ലാം പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അവരൊന്നും ഉമ്മൻചാണ്ടി ഒന്നും പോയി കാലിൽ പിടിക്കത്തില്ല. ഉമ്മൻചാണ്ടിക്ക് ഇലക്ഷന്റെ ആവശ്യത്തിന് വേണ്ടി കൈ പിടിച്ച് കൂപ്പും, അതിനപ്പുറത്തോട്ട് കൊണ്ടുപോകത്തില്ല. അതാണ് ക്രിസ്ത്യാനി. കാര്യം എന്തുവാ? അവൻ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന, ജീവനുള്ള ദൈവം പറഞ്ഞിട്ടുണ്ട് മറ്റാരെ നമസ്കരിക്കല്ല. അവൻ സമുദായത്തിൽ നിന്നാലും അവർക്കറിയാം ജീവനുള്ള ദൈവത്തെ മാത്രമേ നമസ്കരിക്കാവൂ. അവർ പോണ്ട കാര്യമുണ്ട്, അവരുടെ തൊഴിൽ മേഖലയിൽ അവർക്ക് പോകേണ്ടതുണ്ട്. പക്ഷെ അവരെന്ത് ചെയ്യത്തില്ല? നമസ്കരിക്കത്തില്ല. അതിനപ്പുറത്തോട്ട് അവർ പോകത്തില്ല. ഒരാൾ പോയി, അതുകൊണ്ട് എന്ത് ചെയ്തു? പുള്ളിക്കാരന്റെ വൈഫും ഭയങ്കര പൊങ്കാലയിടിയിലായിരുന്നു. ലാസ്റ്റ് മോനും പൊങ്കാല ഇട്ടപ്പോഴും മതിയായി. ഇപ്പൊ ഒതുങ്ങിയിരിക്കുക, ശബ്ദം വെളിയിൽ പുറത്തു പോകാൻ പറ്റാത്ത രീതിയിലായിരിക്കും, നാണം കെട്ടിരിക്കുക. കാര്യം ചെയ്തതിന്റെ പ്രവൃത്തി അനുഭവിച്ചുകൊണ്ടിരിക്കും. ദൈവമക്കൾക്ക് പോകേണ്ട സ്ഥലങ്ങളുണ്ട്, ചെയ്യേണ്ട സ്ഥലങ്ങളുണ്ട്, കഴിക്കേണ്ട സ്ഥലങ്ങളുണ്ട്. ദൈവമക്കൾ എന്ന് പറഞ്ഞിട്ട് ദൈവവചന പ്രകാരമായി ജീവിക്കാതെ യേശുവിനെ മാത്രം പറയുക, പറച്ചില്ലാത്തോണ്ട് ജീവിക്കാത്തോണ്ട് വീട്ടിൽ പോലും കയറി ഭക്ഷിക്കലെന്ന് പറഞ്ഞിട്ടുണ്ട്, ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും മറ്റുള്ളവരുടെ കാര്യം എന്തുവാ? മറ്റുള്ളവനോട് പിന്നെയും കർത്താവ് ക്ഷമിക്കും. കാര്യം എന്തുവാ? കർത്താവ് എന്നെന്ന് അവർ അറിഞ്ഞിട്ട്, ഇത് അറിഞ്ഞിട്ട് കർത്താവിനെ ദുഷിക്കുന്നവന്റെ വീട് പുറത്ത് അകത്ത് ദുഷിച്ചുകൊണ്ട് കർത്താവിന്റെ വചനത്തിന് വിപരീതമായി ജീവിക്കുന്നവനോട് വെള്ളം പോലും കുടിക്കല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അവന്റെ വീട്ടിൽ. അപ്പൊ മറ്റുള്ളവരുടെ കാര്യം എന്തുവാ? സ്തോത്രം. കൊർലോസിന്റെ അടുത്ത് വീണിട്ട് പറയുക, കൊർലോസ് എന്ന് പറയുക, ആൾക്കാരുമായിട്ട് എന്ന് പറയാം, പത്രോസ് എന്ന് വരണമെന്ന് പറഞ്ഞാൽ പത്രോസ് പോകും. പത്രോസ് വിട്ടോളാൻ പറയും. കൊർലോസിന് ദർശനം കൊടുത്തു, യഹോവയുടെ അരുളപ്പാട് കൊടുത്തു. നീ ആരെടുത്ത് പോകണം?
തോൽപ്പണിക്കാരന്റെ വീട്ടിൽ ചെല്ല്. അവിടെ ഒരാൾ വസിക്കുന്നുണ്ട്. അവരുടെ പേര് പത്രോസ് എന്നാണ്. അവനെ പോയി വിളിച്ചോണ്ട് വാ നിന്റെ കൊട്ടാരത്തിലേക്ക്. അവനെ ആദരവോട് വിളിച്ചോണ്ട് വാ. അവൻ സംസാരിക്കും. എന്നെ കുറിച്ച് എന്തും നിനക്ക് വെളിപ്പെടുത്തി തരും. നിന്നെ കുറിച്ചുള്ള ഫീച്ചർ വെളിപ്പെടുത്തി തരും. നീ എന്താ ചെയ്യേണ്ടത് ഭാവിയെ കുറിച്ച് വെളിപ്പെടുത്തി തരും. അവൻ വിട്ടു. വിട്ടെന്ന് പറഞ്ഞ ആര് വരത്തില്ല? പത്രോസ് വരത്തില്ല. ആ സമയം തന്നെ പത്രോസിന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുക, വെളിപ്പാട് വെളിപ്പെടുത്തി കൊടുക്കുക. ആരുടെ കൂടെ പോവാൻ? കൊർലോസിന്റെ ഭവനത്തിൽ പോവാൻ. ഇല്ലെങ്കിൽ ഈ വെളിപ്പാട് കിട്ടിയില്ലാന്നെങ്കിൽ ആരും പോകത്തില്ല, പത്രോസ് പോകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, ചുമ്മാ യേശു ക്രിസ്തു അറിയാം, സുവിശേഷൻ എന്ന് പറയണം. യേശു ക്രിസ്തു സ്തോത്രം ജീവിക്കുന്ന ദൈവം ഒന്നേ ഉള്ളു. അത് ആരുടെ മുഖത്ത് നോക്കി പറയണം, ചങ്കൂറ്റം ഉണ്ടാവണം എന്ന് പറഞ്ഞ് ആവശ്യമില്ലാത്തടത്ത് പോയി പ്രാർത്ഥിക്കാനും ആവശ്യമില്ലാത്ത കാര്യത്തിനകത്തൊന്നും പോയി കൈവെക്കരുത്. പ്രാർത്ഥന എന്നെല്ലാം പറഞ്ഞിട്ട് വിലയുള്ള സ്ഥാനമാണ്. പ്രാർത്ഥന ആവശ്യമുള്ളവന് മാത്രമേ കൊടുക്കാവൂ. ആവശ്യമില്ലാത്തവന് പ്രാർത്ഥന ഉമ്മാന്തിയല്ലേ, പ്രാർത്ഥിക്കല്ലേ. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ വിലയുള്ള സ്ഥാനമാണ്. ഞാൻ ആ രീതിയിലാണ് കാണുന്നത്. സ്തോത്രം. ഞാൻ ചെന്നെന്ന് പറഞ്ഞു ഞാൻ കണ്ടെന്ന് പറഞ്ഞൊന്നും കയറി പ്രാർത്ഥിക്കത്തില്ല. ദൈവം എന്നോട് പറയാതെ ഞാൻ ചെയ്യത്തില്ല. പ്രാർത്ഥനയ്ക്ക് വില ഉണ്ടാവണം. പ്രാർത്ഥിക്കുമ്പോ ആ പ്രാർത്ഥന ഏറ്റെടുക്കണം. അത്രയ്ക്ക് ഭയത്തോടായിരിക്കണം നീയത് പ്രാർത്ഥന കാണുന്നത്. അല്ല, പ്രാർത്ഥനയ്ക്ക് വിലയില്ലാത്തവരുടെ അടുത്ത് ഉമ്മ കയറി പ്രാർത്ഥിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കല്ലേ. എനിക്കറിയാം, എനിക്ക് എന്റെ ജോലി ഇതാന്ന് പറഞ്ഞ് കയറി പ്രാർത്ഥിക്കല്ലേ. ഇത് നിനക്ക് കിട്ടിയിരിക്കുന്ന വിലയേറിയ മുത്തായി കൃപാവരം. ഈ കൃപാവരം കൊണ്ടുവന്ന് ആരൊക്കെ കൊണ്ട് കൊടുക്കല്ലേ? പന്നികൾക്ക് ഇട്ട് കൊടുക്കല്ലേ. പന്നി എത്ര വലിയ മുത്ത് കിട്ടിയാലും നീ ചപ്പി വിളിച്ച് ഊരക്കളയും. സ്തോത്രം, സ്തോത്രം. നമ്മളൊരു വീട്ടിലൊരു ആടിനെ വളർത്തുന്നു. സ്തോത്രം, ആടിനെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞ ഡയമണ്ട് നെക്ലേസ് മേടിച്ച് ആടിന്റെ കഴുത്തി കെട്ടുവോ? ഇപ്പൊ ഡയമണ്ട് നെക്ലേസ് കെട്ടിയാലും ആട് കുറച്ച് കഴിയുമ്പോ അതെടുത്ത് കൂടെ കളയും, ഇല്ലയോ? സ്തോത്രം. കാര്യം എന്തുവാ? അത് അറിയുന്നവനല്ല കൊടുക്കട്ടെ, എങ്കിലേ അത് പ്രയോജനപ്പെടുത്തും. ഡയമണ്ട് നെക്ലേസ് എന്തുവാന്ന് അറിയുന്നവനെ കൈ കിട്ടിയാലേ എന്ത് ചെയ്യത്തുള്ളൂ? പ്രയോജനപ്പെടുത്തുന്നു. നമ്മൾ ഇഷ്ടപ്പെടുന്നവന് കൊടുക്കാവുന്നതല്ല. അതേപോലെ ദൈവം നമുക്ക് തരുന്ന അനുഗ്രഹങ്ങൾ, ദൈവം തരുന്ന അനുഗ്രഹങ്ങളെ ആവശ്യമില്ലാത്തവന്റെ കൈ കൊടുക്കാവുന്നതല്ല. അതിന്റെ വില അറിയുന്നവൻ, അനുഗ്രഹത്തിന് സ്തുതി പറയുന്നവൻ, സ്തോത്രം പറയുന്നവൻ, അർഹതപ്പെടുന്നവന്റെ കയ്യില ചെല്ലേണ്ടത്. കൊർലോസിന്റെ വീട്ടിൽ ചെല്ലുന്ന മുമ്പേ കൊർലോസിന്റെ ആൾക്കാരെ പുറപ്പെട്ടു. അപ്പോഴാ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നേ? പത്രോസിന് വെളിപ്പെടുത്തി കൊടുക്കും. വായിക്കും. കണ്ടോ? സ്തോത്രം. ആകാശം തുറന്നിരിക്കുന്നത് കാണുന്നു. ഒരു പാത്രം, 4 ചരടിനകത്ത് കെട്ടിയ ഒരു വലിയ പാത്രം അവന്റെ മുന്നിലേക്ക് ഇറങ്ങി വരുന്നത് അവൻ കാണും. അടുത്തത് അതിനകത്ത് ഭൂമിയിലുള്ള എല്ലാ നാൽക്കാലികളും പക്ഷികളും എല്ലാം തീരുന്നു. ആ പ്ലേറ്റിനകത്തുണ്ട്, ആ പാത്രത്തിനകത്തുണ്ട്. പത്രോസിനോട് പറയുക, പത്രോസ് നീ എഴുന്നേറ്റ് അതിനെ അറുത്ത് എന്ത് ചെയ്യണം? ഭക്ഷിച്ചോളൂ. കഴിഞ്ഞ ദിവസം എന്റെ അടുത്തൊരു സൗരം എന്ന് പറഞ്ഞു. ആ വീടുകളിലെല്ലാം സ്തോത്രം ഇടയ്ക്ക് പണ്ട് പാസ്റ്റർമാര് പോകുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പം ആ ഭാഗത്ത് വരുന്ന സഭയിലെ പാസ്റ്റർമാരൊന്നും ആ വീടുകളിൽ പോകുന്നില്ല. അവരിങ്ങനെ പരാതി പറഞ്ഞു. അവിടെ എല്ലാം കയറി പോകായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? അവരൊന്ന് രക്ഷിക്കപ്പെട്ട ഒരുപാട് പാസ്റ്റർമാര് പോയി. ഇവർക്ക് പ്രാർത്ഥന ആവശ്യമാണ്. പാസ്റ്റർമാര് പറയുന്ന, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്ന ദൂതുകൾ അവർക്ക് ആവശ്യമാണ്, പ്രാർത്ഥന ആവശ്യമാണ്. കേട്ടിരിക്കും, അവരെ സൽക്കരിക്കും, വെള്ളം കൊടുക്കും, ദശാംശം കൊടുക്കും, എല്ലാം ചെയ്യും. പക്ഷെ അവർക്ക് എവിടെ വരണ്ട? സഭയിൽ വരണ്ട. അവന്റെ വീട്ടിലോട്ട് ഇനി ചെന്ന് പ്രാർത്ഥിക്കും. എന്നോട് ഒന്ന് പറയുക, പാസ്റ്റർമാര് പഠിച്ചു. ഒരു വട്ടം പോയി നീ സുശേഷം പറഞ്ഞു, 2 വട്ടം പോയി സുശേഷം പറഞ്ഞു. അവനൊരു ആപത്ത് വന്ന് വിളിച്ചു, നീ പ്രാർത്ഥിച്ചു, അവന് സൗഖ്യം വന്നു. അവന് 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല 5 അല്ല 10 അത്ഭുതം നടന്നിട്ടും അവന് ദൈവസ്ഥനിലേക്ക് വരാൻ വയ്യ. സഭയുടെ എന്തെങ്കിലും കാര്യഘട്ടം കൊടുക്കും. സ്തോത്രം. ചില പാസ്റ്റർമാർക്ക് അത് മതി, കൊടുക്കുന്നത് മതി, കിട്ടുന്നത് മതി, എവിടെയും കയറിക്കൊണ്ടിരിക്കും. പരിപാടി നിർത്തണം. നിനക്ക് നിന്റെ വില എന്തുവാന്ന് മനസ്സിലാക്കണം.
ഞാൻ പോകത്തില്ല. എന്നോട് വന്നപ്പോ സഹോദരൻ ഇത് സ്തോത്രം എന്ത് ചെയ്യണം, 8 മടക്കി അങ്ങ് പോക്കറ്റ് വെച്ചാൽ ഇത് ഇങ്ങോട്ട് ഇറക്കണ്ട, ഈ ചീട്ട് ഇവിടെ നീട്ടില്ല, ജയിക്കത്തില്ല. കാര്യം എന്തുവാ? ദൈവം പറയുന്നത് ഞാൻ പോകത്തുള്ളൂ, ദൈവം പറയുന്നത് ഞാൻ ചെയ്യത്തുള്ളൂ. ദൈവം പറയുന്ന ദൈവത്തിന് വില കൊടുക്കുന്നവനെ അല്ലാത്ത ഒരു സന്തോഷവും നന്മയും അനുഗ്രഹവും ആർക്ക് വേണ്ട? എനിക്ക് വേണ്ട, ബന്ധം വേണ്ട. ഞാൻ ഇച്ചിരി ജാടയാന്നെല്ലാം കൂട്ടിക്കൊണ്ട് ഒരു പ്രശ്നവും ഇല്ല, അഹങ്കാരിയാന്ന് കൂട്ടിക്കൊണ്ട് ഒരു പ്രശ്നവും ഇല്ല. എനിക്ക് സാക്ഷ്യം തരേണ്ട ആരാ? എന്റെ കർത്താവ്. എന്റെ കർത്താവ്. കർത്താവിന്റെ സാക്ഷ്യമേ നിലനിൽക്കും. നാളെ ഞാൻ അതിലേ പോയി കഴിയുമ്പോ നല്ല ഭാഷ പോന്നെ പറയണ്ട, പന്ന ഭാഷ പോന്നെന്ന് പറഞ്ഞാൽ മതി. ഒരു ദുഷ്ടം പിടിച്ചത്, ഒരു വല്ലാത്ത മനുഷ്യനാണ്, അങ്ങനെ പറഞ്ഞാൽ മതി. താങ്ക് യു, അതന്നെ ഞാൻ താങ്ക് യു പറയുന്നത്. നല്ല ഭാഷ, പോലെ ബന്ധത്തിനുള്ള ഭാഷ. പ്രൈസല്ല. കാര്യം എന്തുവാ? എല്ലാ തോന്നിവാസത്തിനെയും അങ്ങ് പ്രാർത്ഥനയാണ്. ദൈവം കൊടുത്ത കൃപാവരം യേശുവിന്റെ നാമത്തിൽ എന്തു പറഞ്ഞാലും ദൈവം സാധിച്ചു കൊടുക്കും. അതുകൊണ്ട് ദൈവം അത് നടത്തി കൊടുക്കും. പക്ഷെ അത് ഉപയോഗിക്കേണ്ടിടത്തേ ഉപയോഗിക്കാവൂ, അല്ലെങ്കിൽ നീ കണക്ക് പറയേണ്ട ഒരു ദിവസവും. അതുകൊണ്ടാ പാസ്റ്റർമാരുടെ മക്കള്, ചില മക്കള് തെക്കോട്ടും വടക്കോട്ടും പോയിക്കൊണ്ടിരിക്കുന്നു. കാര്യം എന്തുവാ? കൈ നിൽക്കത്തില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ദൈവമക്കളെ, നമ്മളെ കുഞ്ഞുങ്ങളെ ദൈവവചനപ്രകാരം ശിക്ഷിച്ച് പഠിപ്പിക്കേണ്ടത് ശിക്ഷയോട് തന്നെ വളർത്തിക്കോണം. അതിനകത്ത് ഒരു എക്സ്ക്യൂസും ഇല്ല. ഒന്നേ ഉള്ളെങ്കിൽ ഉളക്കോണ്ടടിക്കണമെന്ന് പറയുന്നത്, ഒരു മാറ്റവും ഇല്ല. ദൈവവചനത്തെ ഭയപ്പെടുത്തി, പ്രാർത്ഥനയെ ഭയപ്പെടുത്തി, കർത്താവിന്റെ വചനത്തെ ഭയപ്പെടുത്തി ആ കുഞ്ഞുങ്ങളെ വളർത്തിക്കോണം. ചെറുപ്രായം മുതൽ ദൈവം നമുക്ക് തന്നത് അതിനു വേണ്ടിയാണ്. ഇല്ലെങ്കിൽ നമ്മൾ കണക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ പലരുടെ പെട്ടി പോയി ചെന്ന് തല കുലിച്ച് ഇരിക്കേണ്ടി വരുന്നത്. കുഞ്ഞുങ്ങളെല്ലാം പഠിപ്പിച്ചോണം, വളർത്തുമ്പോൾ ശ്രദ്ധിച്ചോണം, അവരെ കുറിച്ച് അഭിമാനം ഉണ്ടാവണം. സ്തോത്രം. കഴിഞ്ഞ ദിവസം കൊണ്ട് സ്തോത്രം അഭിജിത്ത് സ്തോത്രം ക്രമേക്കൊരു മെസ്സേജ് ഇട്ടപ്പോ അതിനകത്ത് പറയുന്നത് കേട്ട സ്തോത്രം. അവര് ചെയ്യുന്നിടത്ത് ഒരു പാസ്റ്ററിനെ പരിചയപ്പെട്ട്, പാസ്റ്റർ പറയാ അടുത്ത ആഴ്ച ഒലിങ്ങി വരണേ, ആരാധനയ്ക്ക് വരണേ, ഞാൻ വന്ന് കൊണ്ടുപോകും. ഇവനെല്ലാം ഒരിടത്ത് പോകുന്നവനെ കൊണ്ടുപോകാനേ അറിയാം, അല്ലാതെ പോവാത്ത ഒരുപാടെണ്ണം കിടപ്പുണ്ട്, അവരെ കൊണ്ടുപോകാൻ അറിയത്തില്ല. പോയിക്കൊണ്ടിരിക്കുന്നവനാ ഇവനെ ഈ അടിച്ചു മാറ്റാം. ഇവനല്ലേ ഈ അടിച്ചു മാറ്റി എവിടം വരെ കൊണ്ടുപോകുന്ന സ്തോത്രം. എന്തായാലും പ്രിയ പൈതൽ എഴുത്തവായി പറഞ്ഞു, ഞങ്ങൾ ഒരു സമയം പോകും, അവിടെ പോകും. സ്തോത്രം. അവിടെ ഞാൻ പറയാം, ഗൾഫിലെ എവിടെ പോട്ടെ, നിങ്ങൾ വീട്ടിൽ ഇരുന്ന് വർദ്ധിച്ചാൽ മതി, എങ്ങും പോണ്ട. സ്തോത്രം. ഇന്ന് സ്നേഹത്തിലല്ല വിളിക്കുന്നത്, ദൈവത്തോട് അടുപ്പിക്കാനല്ല വിളിക്കുന്നത്, അവന്റെ ലാഭത്തിന് വേണ്ടിയാണ് വിളിക്കുന്നത്. ചക്രവാക്ക് മോസ്തുതിയും പറഞ്ഞു കൊണ്ടുവരേണ്ട സ്ഥലമല്ല ദൈവസഭ. ഇന്നിപ്പോ എന്നോട് ഒരാൾ പറയുക, പക്ഷെ ഞാൻ നാളെ തൊട്ട് സഭ വരട്ടെന്ന് വെച്ചാൽ ഞാൻ പറയും, അവിടെ വരല്ലേ, അവിടെ ഇച്ചിരി കഷ്ടമെല്ലാം ഉണ്ട്. ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ വിളിക്കുന്നത്, ഇങ്ങനെയെന്ന് ഞാൻ പറയുന്നത്. നമ്മളടുത്ത് വരാനോ? അയ്യോ, നല്ലോണം ശ്രദ്ധിച്ചേ വരാവും, പറ്റുമെങ്കിലേ വരാവും. ഈ മയമൊന്നും അപ്പോഴും കാണത്തില്ല. അല്ലാതെ യോ അടുത്ത ആഴ്ച തൊട്ട് വരണേ, പിന്നെ ഫോൺ നമ്പര്, പിന്നെ വീട്ടിൽ വരണോ, എങ്ങനെ വരണം, ആ പരിപാടിയൊന്നും ഇല്ല. കർത്താവ് കൊണ്ടുവരുന്നവരും മതി. ഇന്ന് പകലും ഞാൻ ഒരു ദൂതോട് പറയേണ്ട ദൈവമക്കളെ, സഭയെ പ്രാർത്ഥിച്ചോ, നമ്മൾ ഒത്തൊരുമയോട് പ്രാർത്ഥിച്ചോ. ഈ സഭയുടെ അനുഗ്രഹം നിങ്ങളെ പ്രാർത്ഥനയാണ്, നിങ്ങളെ അനുഗ്രഹമാണ്. നിങ്ങൾ ഒത്തൊരുമയോട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഈ സഭയുടെ അനുഗ്രഹത്തിനകത്ത് നിങ്ങൾക്ക് പറയാൻ പറ്റും, എന്റെ പ്രാർത്ഥനയായി സഭ അനുഗ്രഹപ്പെട്ടത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറയാൻ പറ്റും, എന്റെ പ്രാർത്ഥനയായി സഭ അനുഗ്രഹപ്പെട്ടത്, എന്റെ കുടുംബം അനുഗ്രഹപ്പെട്ടോ, അതെന്റെ പ്രാർത്ഥനയാണ്. അതുപോലെ ദൈവമക്കളെ, ഇതിലിരിക്കുന്ന ഓരോരുത്തരുടെ അനുഗ്രഹത്തിനും ഓരോരുത്തർക്കും പറയാൻ പറ്റും, എന്റെ പ്രാർത്ഥന കൊണ്ട് ആ സഹോദരൻ അനുഗ്രഹപ്പെട്ടത്, ആ സഹോദരി അനുഗ്രഹപ്പെട്ടത്, ആ കുഞ്ഞുങ്ങൾ അനുഗ്രഹപ്പെട്ടത്. അപ്രകാരം പറയാൻ പറ്റുന്ന രീതിയിലേക്ക് സഭയെ ദൈവം
യേശുവിന്റെ അടുത്ത് വന്ന് അവയാളെ പരിമളതൈലം പൂശിയ ഒരു സഹോദരിയുണ്ട്. കർത്താവ് എന്ത് പറഞ്ഞു? നീ ഇത് ചെയ്തത് കൊണ്ട് ഈ ബൈബിൾ വായിക്കുന്ന എല്ലാവരും നിന്റെ പേര് പറയും, നിന്റെ പേര് ഉയരും. അതേപോലെ ഈ സഭയ്ക്കകത്തിരിക്കുന്ന ഓരോരുത്തരുടെ പേര് ഈ സഭയുടെ ഉയരത്തിനകത്ത് അവരുടെ പേരെ ഉണ്ടാവത്തുള്ളൂ. കർത്താവ് ആ രീതി ഉയർത്തുമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? ഇതിലിരിക്കുന്ന ഓരോ ദൈവമക്കളെയും ദേശത്തിനകത്ത്, ഭവനത്തിനകത്ത് ദൈവം മാനിക്കാൻ പോവുക, അനുഗ്രഹിക്കാൻ പോവുക. നിങ്ങളുടെ കുടുംബത്തിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. തലമുറകളെ ദൈവത്തിന്റെ ദൂത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. തലമുറകളെ സ്വർഗം അനുഗ്രഹിക്കാൻ പോവുക. തലമുറയ്ക്കെതിരെ നിൽക്കുന്ന എല്ലാ ശത്രുവായ പിശാചിന്റെ കോട്ടകളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവം തുടച്ചു മാറ്റിക്കൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ കുടുംബത്തിനകത്ത് വെളിപ്പെടാൻ പോവുക. അല്ലറ നിങ്ങളെ വിഷയങ്ങൾ കൊണ്ടുവരുന്ന പ്രതികൂലങ്ങളെ, പ്രയാസങ്ങളെ, രോഗങ്ങളെ യേശു എടുത്ത് മാറ്റാൻ പോവുക. ഈ ആലയത്തിനകത്തൊരു വലിയ ദൈവശക്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ഈ ആലയത്തെ സ്വന്തം കണ്ടിരിക്കുക. ഈ ആലയത്തെ അനുഗ്രഹിക്കുന്നതനുസരിച്ച് നിങ്ങൾ ദേശത്തിന്റെ പട്ടണത്തിനകത്ത്, നിങ്ങളുടെ ഭവനത്തിനകത്ത്, ബന്ധുമിത്രാദികളുടെ മധ്യയിൽ, നിങ്ങളുടെ പോക്കിലെ വരവിലല്ല, നിങ്ങളുടെ തോട്ടി അനുഗ്രഹപ്പെടാൻ പോവുക. അനുഗ്രഹപ്പെടാൻ പോവുക യേശുവിന്റെ നാമത്തിൽ. പത്രോസിനോട് പറയുക, ഇതിനെ അറുത്ത് നീ ഭക്ഷിപ്പി. അപ്പൊ പത്രോസ് പറയുന്ന ഒരു വാക്കുണ്ട്. അടുത്തത് വായിക്കും, പെട്ടെന്ന് വായിക്കും. കണ്ടോ? യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോ പത്രോസ് പറയുക, ഒരിക്കലും പാടില്ല. ദൈവത്തോട് അങ്ങോട്ട് പറയുക. ദൈവം പറയുക, നീ അറുത്ത് ഭക്ഷിക്കാൻ പറഞ്ഞു. പറയുക, ഒരിക്കലുമില്ല. കാര്യം എന്തുവാ? മലിനമോ അശുദ്ധമോ ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഭക്ഷിച്ചിട്ടില്ല. അപ്പൊ എന്തുവാ? ദൈവമക്കളെ ദൈവകൽപ്പന പ്രകാരം ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യല്ലേ? പാപത്തിന് കൂട്ടു നിൽക്കാൻ പാടില്ല. പാപം ഞാനുമായിട്ട് എന്തില്ല, ബന്ധമില്ല. പാപത്തെ എന്നെയുമായിട്ട് ചേർക്കാൻ പാടില്ല. സ്തോത്രം. എനിക്ക് ചില വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ പ്രകാരം എനിക്ക് എന്ത് ചെയ്താലും ജീവിച്ചേ പറ്റത്തുള്ളൂ. വ്യവസ്ഥയില്ലാതെ ജീവിക്കാൻ പറ്റുമോ? ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞൊരു വ്യവസ്ഥയുണ്ട്. ക്രിസ്തീയ ജീവിതത്തിന് ഒരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ പ്രകാരം ജീവിക്കാനാണ് 2024 വർഷത്തിന് മുമ്പേ അമികാലയ സ്തോത്രം ഈ വചനം ദൈവം തന്നിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനാൽ എഴുതിയ വചനം തന്നിരിക്കുന്നത്. അപ്പോൾ വചനം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ എനിക്ക് പല കാര്യത്തിനകത്തും എന്തുണ്ട്, തടസ്സമായി നിൽക്കും. പല പാപത്തിലും എനിക്ക് പോകാൻ പറ്റത്തില്ല. പാപത്തെ മനസ്സിലാക്കി തരും. പാപത്തെ മനസ്സിലാക്കി തരും. ഞാൻ ഒരാളെ ദുഷിച്ച് പറഞ്ഞാൽ അത് പാപമാണ്, ന്യായപ്രമാണത്തിൽ എഴുതിയോണ്ടാണ് എനിക്കത് പാപമാണെന്ന് മനസ്സിലായി. ഈ ന്യായപ്രമാണം ഇല്ലാതെ എനിക്ക് മനസ്സിലാവുമായിരുന്നു. ഒരാളെ ദ്രോഹിക്കുന്നത്, ഒരാളെ ദുഷിക്കുന്നത്, ഒരാളെ കുറിച്ച് എഷ്ടി പറയുന്നത്, കുറ്റം പറയുന്നത്, ഇത് പാപമാണെന്ന് ബൈബിൾ വെളിപ്പെടുത്തിയതുകൊണ്ടാണ് ഞാൻ ആ പരിപാടി നിർത്തിയത്. എനിക്ക് പറയാൻ താല്പര്യമില്ല ഉണ്ട്, ഇല്ലയോ? എന്റെ ഫ്രണ്ടിൽ നിന്ന് ഒരാളെ കുറ്റം പറയുമ്പോൾ എനിക്കും കുറ്റം പറയാൻ താല്പര്യമില്ല ഉണ്ട്. പക്ഷെ ഞാൻ പറയാത്തത് എന്തുകൊണ്ടാ? യേശു എന്റെ ഉള്ളിനകത്തുള്ളത് കൊണ്ട്, യേശു എനിക്ക് വെളിപ്പെടുത്തിയ വചനമുള്ളത് കൊണ്ട്. അതുകൊണ്ട് ഒരാളെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് കബളിപ്പിക്കുവാൻ കഴിയത്തില്ല, ഒരാളെ വഞ്ചിക്കുവാൻ കഴിയത്തില്ല. കാര്യം ഞാൻ യേശുവിന്റെ പൈതലാണ്. യേശു ന്യായപ്രമാണത്തിൽ പറഞ്ഞിട്ടുണ്ട്, അത് ചെയ്യുന്നവന് ശിക്ഷയുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ ശിക്ഷ പേടിച്ച ചെയ്യാത്തത്. നമുക്ക് ചെയ്യാൻ താല്പര്യമെല്ലാം ഉണ്ട്. അല്പനേരം സന്തോഷത്തിന് വേണ്ടി പലരും ചെയ്യാൻ താല്പര്യമുണ്ട്. പക്ഷെ ചെയ്യാൻ പോകാത്ത എന്തുകൊണ്ടാ? ന്യായപ്രമാണത്തിന് അത് എഴുതിയിട്ടുണ്ട്, അത് ചെയ്യാൻ പാടില്ല. സ്തോത്രം. പത്രോസ് പറഞ്ഞു, കർത്താവേ, ഞാൻ ഒരിക്കലും അശുദ്ധമായ ഒന്നും ചെയ്തിട്ടില്ല, തിന്മയായതൊന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്നോട് പറയൂ, ഇത് അറുത്ത് ഭക്ഷിക്കാൻ പറഞ്ഞാൽ എങ്ങനെയാണ്? ഞാൻ കർത്താവിനെ അറിഞ്ഞ പിന്നെ നാൾ മുതൽ തിന്മയായത് എന്ത് ചെയ്തിട്ടില്ല, ഭക്ഷിച്ചിട്ടില്ല. സ്തോത്രം. അതുപോലെ ദൈവമക്കൾ എന്തൊക്കെയാ ഭക്ഷിക്കേണ്ടതെന്നും ഏതിനകത്ത് പറഞ്ഞിട്ടുണ്ട്? ബൈബിളിനകത്തുണ്ട്. പഴയ നിയമത്തിനകത്ത് ശക്തമായിട്ട് പറയുന്നുണ്ട്. സ്തോത്രം. പുതിയ നിയമത്തിനകത്ത് ചിലവർ പറയുന്നുണ്ട്, അത് പുതിയ നിയമത്തിനകത്ത് പറയാത്തോണ്ട് അത് ഭക്ഷിക്കാം. പന്നി കഴിക്കല്ലെന്ന് പറഞ്ഞാൽ പന്നി കഴിക്കല്ലേ, മനസ്സിലായി? കുളമ്പ് പിളരാത്തതിനെ കഴിക്കല്ലെന്ന് പറഞ്ഞാൽ കഴിക്കല്ലേ. വേറെ ഒരുപാട് കാര്യം കഴിക്കാൻ കൊടുത്തിട്ടുണ്ട്, എന്നാലും ഞാൻ പന്നിയെ കഴിക്കുന്നു. പന്നിയെ കൊല്ലുന്ന കണ്ടിട്ടുണ്ടോ നിങ്ങൾ? കണ്ടിട്ടുണ്ടോ? പന്നി ഇറച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഇറച്ചിയായിരുന്നു ദൈവത്തെ അറിയുന്ന മുമ്പേ. ഇപ്പൊ ഞാൻ അതിന്റെ ആ ഏറിയ അടുക്കത്തില്ല. സ്തോത്രം.
എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു പന്നിയിറച്ചി കൊണ്ടുവരട്ടെ, അത് അടിപൊളിയായിട്ട് വെച്ച്. ഞാൻ പറഞ്ഞു വേണ്ട, അത് അവിടെ ഇട്ടാൽ മതി, അടിപൊളിയായിട്ട് വെച്ച് നിങ്ങൾ കഴിച്ചാൽ മതി. പന്നിയെ കൊല്ലുന്ന എങ്ങനെയാണെന്നറിയാം? ബാക്കിയുള്ള ജീവികളെല്ലാം കൊല്ലുന്നത് അറത്ത, കാല് കൈ കെട്ടി അതിനെ അറത്ത കൊല്ലുന്നത്. പന്നിയെ കൊല്ലുന്നത് തലയ്ക്ക് കൂടം വെച്ച് അഴിക്കുകയും അറക്കാൻ പറ്റത്തില്ല. നെയ്യ് ഉള്ളത് കൊണ്ട് അറക്കാൻ പറ്റത്തില്ല, അതിന്റെ കഴുത്ത് അറക്കാൻ പറ്റില്ല. അതിനെ നെറ്റിയില അഴിക്കുന്നത് എന്തു വെച്ചാ കൂടം വെച്ച്. അത് നിലവിളിക്കുന്ന നിലവിളി കേൾക്കണം. അതാ നല്ല രുചിയാന്ന് പറഞ്ഞ് തിന്നുന്നത്. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, രക്തം ഒഴുക്കി ആ രക്തത്തെ വാർന്നിറച്ചി നീ കഴിക്കാവൂ, രക്തത്തോട് നീ ഭക്ഷിക്കരുത്. രക്തത്തോട് ഭക്ഷിച്ചാൽ നീ ദൈവപൈതലല്ല, അത് മൃഗത്തിന് തുല്യമാണ് രക്തത്തോട് ഭക്ഷിക്കുന്നത്. ഇന്ന് ഇറച്ചിക്കാത്ത രക്തമാണ് ഒഴിക്കുന്നത്, ടേസ്റ്റ് കൂടെ. കടയിൽ നിന്നെല്ലാം ബീഫ് ഫ്രൈയും ചിക്കൻ ഫ്രൈ എല്ലാം തിന്നുമ്പോൾ ഭയങ്കര ടേസ്റ്റാ. എന്തോ ടേസ്റ്റ്. ചിക്കനെ കണ്ടിക്കുന്ന ബ്ലഡ് എടുക്കും, ആ ബ്ലഡ് കറി വേർന്നോണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യും? ഒരു സ്പൂൺ അതിനകത്ത് ഒഴിക്കും, ഒരു തവി. ആ ഒഴിക്കുന്ന ഫ്രൈക്ക് എന്തോ ടേസ്റ്റാന്നറിയാം. വ്യവസ്ഥയുണ്ടോ കഴിക്കാൻ? വ്യവസ്ഥയുണ്ടോ? ചില കടകളുള്ള സീക്രട്ടുകൾ പറയുന്നു, ചില കടകളിൽ മാത്രമേ ഉള്ളൂ. ടേസ്റ്റിന് വേണ്ടി എന്ത് ചെയ്യും? ചിലത് വ്യവസ്ഥയില്ലാത്ത ആഹാരം കഴിച്ചുകൂടാ. അതുകൊണ്ടാ പത്രോസ് പറഞ്ഞേ, എനിക്കിത് വ്യവസ്ഥയില്ല. എല്ലാ നാൽക്കാലികളെ കഴിക്കാനുള്ള വ്യവസ്ഥയില്ല, പറവുകളെ കഴിക്കാൻ വ്യവസ്ഥയില്ല. എല്ലാത്തിനും എന്തുണ്ട്? ഒരു വ്യവസ്ഥയുണ്ട്. സ്തോത്രം. അടുത്തത് വായിക്കും. ആ ശബ്ദം രണ്ടാം പ്രാവശ്യം അവനോട്, ദൈവം ശുദ്ധീകരിച്ചത് നീ മലിനമെന്ന് വിചാരിക്കരുത് എന്ന് പറഞ്ഞു. ഇങ്ങനെ 3 പ്രാവശ്യം ഉണ്ടായി. ഉടനെ പാത്രം തിരികെ ആകാശത്തിലേക്ക് വലിച്ചെടുത്തു. സ്തോത്രം. അടുത്തത് ദൈവം പറയുന്നു, ദൈവം ശുദ്ധീകരിച്ചതിനെ നീ എന്ത് ചെയ്യല്ലേ? അശുദ്ധൻ എന്ന് പറയരുത്. ദൈവം ശുദ്ധീകരിച്ചത്, ദൈവം ഒന്നിനെ ശുദ്ധീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ദൈവമക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ദൈവം ഒരിടത്ത് പോവാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിനി ഏത് വ്യക്തിയായാലും എന്ത് ചെയ്യണം? പൊക്കോണം. അത് കർത്താവ് അയക്കുന്നത്. കർത്താവ് അയക്കുന്നെങ്കിൽ കർത്താവ് ഉദ്ദേശമാണ്. കർത്താവ് അയക്കാതെ പോവല്ലേ, കർത്താവ് അയക്കാതെ കർത്താവിനോട് ചോദിച്ചു പോവല്ലേ, കർത്താവ് അയച്ചു പോണം. എങ്കിലേ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടും. പത്രോസിനോട് രണ്ടാമത്തെ പ്രാവശ്യം പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ഇത് താഴെ എന്ത് ചെയ്തു? മേലിലോട്ട് വലിച്ചു. അടുത്തത്, ഈ ദർശനത്തിന്റെ പൊരുൾ എന്താന്ന് പത്രോസ് ആലോചിച്ചുകൊണ്ടിരിക്കുക. ദൈവം ഇതെന്തോ ഇത് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് പത്രോസ് എന്ത് ചെയ്തു? വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുക. ആ സമയത്ത് അടുത്തത്, അവന് വലിയ കാഴ്ചപ്പാടോട് വന്നിരിക്കുക. തോൽപ്പണിക്കാരന്റെ വീട് തിരക്കി വന്നിട്ട് ചോദിക്കുക, ഇവിടെ പത്രോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി, ശീമോൻ എന്ന് പറയുന്ന മറുപേരുള്ള ഒരു വ്യക്തി ഇവിടെ താമസിക്കുന്നുണ്ടോ? കാര്യം എന്തുവാ? ദൈവം അയച്ചതാണ്. അപ്പോൾ പത്രോസ്, അടുത്തത്, ദർശനത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആര് വന്നത്? ഇവര് വന്ന് വിളിക്കുന്നത്. അടുത്തത്, സ്തോത്രം. ഇതാണ് കാര്യം. നേരത്തെ വന്ന ദർശനം എന്തുവാ? ഇതാ ഇതിന്റെ പൊരുളിതാ. നാൽക്കാലികളെ നാളെ ഒരു കാര്യം ചെയ്യാം, കുളമ്പില്ലാത്തതിനെ എല്ലാം വെട്ടിത്തിന്നാന്നല്ല. പൊരുളെന്തുവാ? ജാതിയായി നിൽക്കുന്ന കൊർലോസിന്റെ ഭവനത്തിനകത്ത് നീ പോകണം. ഇതാ വരല്. നമ്മള് വെളിപ്പാടുകൾ അങ്ങോട്ട് വെളിപ്പെട്ട് കിട്ടുന്ന മുമ്പേ നമ്മൾ എന്ത് ചെയ്യും? പരിപാടി അങ്ങോട്ട് അറ്റവും മൂലം പിടിച്ചിട്ട് യേശു സ്നേഹമാ എല്ലാം പറഞ്ഞിട്ടുണ്ട് സ്റ്റേജോളെ. പ്ലീസ് നമുക്ക് പോവാം. യേശു എല്ലാം ശുദ്ധീകരിച്ചതാ. സ്തോത്രം പറഞ്ഞ എല്ലാ ആഹാരം ശുദ്ധീകരിച്ചതാ. കാണുന്നതെല്ലാം നമുക്ക് എറിയാൻ ഭക്ഷിക്കാം. സ്തോത്രം. ഞാൻ ഒരു കാര്യം പറയട്ടെ ദൈവമക്കളെ. പലപ്പോഴും എന്നോട് ചില ദൈവമക്കൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, പുറത്തുള്ള ദൈവമക്കൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, തിരുമേശ
ഒരു വീഡിയോ ഇടുന്നു, തിരുമേശ ചെയ്യുന്ന തിരുമേശ എടുക്കുന്നത് തന്നെ എനിക്ക് പേടിയാണ്, കൊടുക്കുന്ന അതിലും പേടിയാണ്, അനുഭവിക്കുന്ന അതിലും പേടിയാണ്. കാര്യം തിരുമേശ എന്ന് പറയുന്നത്, ശുശ്രൂഷ എന്ന് പറയുന്നത് ഏറ്റവും ഭയത്തോടെ ഞാൻ കാണുന്നത്. കാര്യം കാൽവരി ക്രൂശിൽ 24 വർഷത്തിനു മുമ്പ്, 2024 വർഷത്തിനു മുമ്പ് എനിക്ക് വേണ്ടി യാഗമർപ്പിച്ചു എന്റെ യേശു, എന്റെ പാപം കഴുകിക്കളയാൻ വേണ്ടി കർത്താവിന്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് പറയുന്ന കാര്യമാണ്. അതെനിക്ക് മറ്റുള്ളവരെ കാണിക്കാനുള്ളതല്ല. ആരാധന മറ്റുള്ളവരെ കാണിക്കാനുള്ളതല്ല. പരിശുദ്ധാത്മാവിന്റെ അന്യഭാഷയിൽ ആരാധിക്കുന്ന ആരാധന മറ്റുള്ളവരെ കാണിക്കാനുള്ളതല്ല. മെസ്സേജ് എന്ന് പറയുന്നത് മെസ്സേജ് ഞാൻ കാണിക്കണം. കാര്യം എന്തുവാ? ഈ മെസ്സേജ് ചെല്ലേണ്ട ചിലതുണ്ട്. അവിടെ ചില ഹൃദയങ്ങൾ തുറക്കണം. അവർ യേശുവിനെ അറിയണമെങ്കിൽ മെസ്സേജ് ചെന്നേ പറ്റൂ. അതുകൊണ്ടാണ് മെസ്സേജ് ഇടുന്നത്. അവസാനത്തെ പ്രാർത്ഥന പോലും ഇടാത്തത് കൊണ്ടാണ്. സ്തോത്രം. ഞാൻ അതിനെ അത്രയ്ക്ക് ഭയപ്പെടുന്നു. ചിലവരുടെ ചിന്ത എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഒരു ഭയമല്ല, ഇതൊന്നും ഉപവാസവും ഭയമില്ല, അമിക തിരുമേശയും ഭയമില്ല. അതുകൊണ്ട് അവർക്കല്ല അത് ചെയ്യാൻ പറ്റുന്നത്. എനിക്കതൊരിക്കലും ചെയ്യാൻ പറ്റുന്നത്. ഞാൻ ഇതിനെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ദൈവം പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യത്തിനും എന്ത് ചെയ്യുന്നുണ്ട്? ഭയപ്പെടുന്നുണ്ട്. അതിനെ വിറയലോടെ കാണുന്നത്. ഭക്തി, ദൈവസന്നി ഭക്തിയോടെ അമ്മ ഒരു തിരുവത്താഴമെല്ലാം കൊള്ളുന്ന ഒരു ഉത്സവം കൂടിയ സന്തോഷമായിരിക്കും. കാര്യം എന്തോ? എന്റെ യേശുവിനെ തെരഞ്ഞെടുത്തു, ഞാനും യേശുവിന്റെ അംശിയാണ്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഞാൻ തിരുമേശ പങ്കെടുക്കുന്നത്. ആ സന്തോഷമാണ്. ഞാൻ സ്നാനപ്പെട്ടതിനെ കുറിച്ച് ഞാൻ അഭിമാനപ്പെടുന്നതാണ്. ഞാൻ സ്നാനപ്പെട്ടത് കൊണ്ട് എന്റെ ദൈവത്തെ എനിക്ക് കഴിക്കാൻ പറ്റിയത്, ദൈവത്തിന്റെ ആ മരണത്തിനകത്ത് എനിക്ക് സാക്ഷിയാവാൻ പറ്റിയത്, അതെന്റെ എന്റെ 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 ഏറ്റവും വലിയ സന്തോഷമാണ്. അത് മറ്റുള്ളവരെ കാണിക്കാനുള്ളതല്ല, ഞാൻ അനുഭവിക്കാനുള്ള, എന്റെ സഭയെ എന്റെ ദൈവമക്കൾ അനുഭവിക്കാനുള്ളതാണ്. അതുകൊണ്ട് ആ ആഴ്ച മെസ്സേജ് പോലും ഇടാത്ത പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, അതൊന്നും ഇടുവോന്ന്. അത് കാണിക്കാനുള്ളതല്ല. അത് കാണിക്കാനുള്ളതല്ല. വർഷിപ്പ് കാണിക്കാനുള്ളതല്ല. അത് പ്രാപിക്കാനുള്ളതാ, പ്രാപിച്ച് ആരാധിക്കാനുള്ളതാ. സ്തോത്രം. അടുത്തത് പത്രോസിനോട് പറയുക, എന്ത് ചെയ്യണം? താഴോട്ട് ചെല്ല്, നിന്നെ 3 പേര് വന്ന് തിരക്കുന്നുണ്ട്. നീ ഒരു കാര്യം ചെയ്യും, മിണ്ടാതെ അവർ പറയുന്നത് കേട്ടാ മതി എന്ന് പറഞ്ഞാൽ അവർ വിളിക്കും, നീ അങ്ങ് ചെന്നാ മതി. വേറെ കാര്യങ്ങളൊന്നും തിരക്കണ്ട. അവരാരാണോ എന്താണെന്നൊന്നും എന്ത് ചെയ്യണ്ട, നീ തിരക്കണ്ട, നീ അങ്ങ് ചെന്നാ മതി. സ്തോത്രം. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെ പറയുന്നവരുടെ പോയാൽ കാര്യം എന്തുവാ? കൊർലോസിന്റെ ചരിത്രം നോക്കുമ്പോൾ കൊർലോസ് ദൈവത്തെ ഭയപ്പെടുന്നവനാ. ദൈവം പറഞ്ഞിട്ട് ആരെ പറഞ്ഞു വിട്ടേക്കുന്നത്? ഈ 3 പേരെ വിട്ടേക്കുന്നത് പത്രോസിന്റെ വീട്ടിലേക്ക്. അപ്പൊ ദൈവം എന്തോ പറഞ്ഞാലും ചെയ്യാൻ തയ്യാറാക്കിയിരിക്കുന്നവൻ. അവന്റെ അടുത്തേക്ക് ആര് പറഞ്ഞേക്കുവാ? പത്രോസിനോട് കർത്താവ് പറയാ, നീ പൊക്കോളാൻ. ഇത് അങ്ങനത്തെ ഉള്ളതിന്റെ വീട്ടിലല്ല, കാണുന്നവനും കേൾക്കുന്നവന്റെ എല്ലാ വീട്ടിലും കയറില്ല. സുശേഷം അറിയിക്കുക, സുശേഷം അറിയിക്കുക എന്നാ പറയുന്നത്. എന്തുവാ ഈ സുശേഷം എന്ന് എനിക്ക് അറിയത്തില്ല. ഇവര് പറയുന്നത് എന്തുവാന്ന് അറിയത്തില്ല. സ്തോത്രം. പറയുന്നത് എന്തുവാന്ന് എനിക്ക് അറിയത്തില്ല. ഇവര് ചെന്നിട്ട് മോക്ക BSc നേഴ്സ് ആണ്, അയ്യോ അനുഗ്രഹമായിട്ട് കിട്ടട്ടെ, എല്ലാം ഓക്കെയാണ്. ഇതാണ് സുശേഷം പറയുന്നത്. സുശേഷം പറയുന്ന ജീവനുള്ള യേശുവിനെ അവൻ സ്വന്തം യേശുവായി സ്വീകരിക്കണം. നീ സുശേഷം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കർത്താവ് നിന്നെ അയച്ചിട്ടുണ്ടെങ്കിൽ, അവൻ ദൈവസഭയ്ക്കകത്ത് കാണുന്നു. വേണ്ട 6 മാസത്തിനാണ് ദൈവസഭയ്ക്കകത്തവൻ കാണുന്നു. നീ പോയിട്ട് 6 മാസത്തിനാണ് ദൈവസഭയ്ക്കകത്തവൻ കാണുന്നു, അല്ലെങ്കിൽ 1 വർഷത്തിനാണ് ദൈവസഭയ്ക്കകത്തവൻ കാണുന്നു. അവിടെ നീ പോകേണ്ടത് സുശേഷം അറിയിക്കാൻ. അല്ലാതെ കാണുന്നിടത്ത് കേൾന്നിടത്തും അല്ല സുശേഷം അറിയിക്കും. എല്ലായിടത്തും ഒന്നെന്ന് പറയുന്നവന്റെ അടുത്തല്ല സുശേഷം അറിയിക്കേണ്ടത്. ഈ സുശേഷം എന്തോന്ന് പലർക്കും അറിയത്തില്ല, എങ്ങനെ അറിയിക്കേണ്ടത്. എങ്ങനെ അറിയിക്കേണ്ടത് അറിയത്തില്ല. പത്രോസിനോട് പറയുക, 3 പേര് വന്നിട്ടുണ്ട്, നീ അങ്ങോട്ട് ഇറങ്ങിച്ചെല്ല്, അവരെ സ്വീകരിക്കും. അവര് പറയുന്നത് നീ ഒന്ന് കേൾക്കും. നിന്നെ അവിടെ അയച്ചിട്ട് നീ പല ഉദ്ദേശവും വായിക്കും. കണ്ടോ? ഒന്നും സംശയിക്കാതെ ദൈവം അയച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യല്ലേ? വരുന്നവർക്കും വെളിപ്പാടുണ്ട്, പോകുന്നവനും വെളിപ്പാടുണ്ട്. ആര് കൊടുത്തിട്ടുണ്ട്? ഇത് വരുന്നവനും വെളിപ്പാടില്ല, പോകുന്നവനും വെളിപ്പാട്. ആ അവസ്ഥയാണ്. ഇത് വരുന്നവനും വെളിപ്പാടുണ്ട്, കൂടെ പോകുന്നവനും വെളിപ്പാടുണ്ട്. 2 പേർക്കും വെളിപ്പെടുത്തി കൊടുത്തു. അടുത്തത് നിങ്ങൾ അന്വേഷിക്കുന്നവൻ ഞാൻ തന്നെ. നിങ്ങൾ വന്ന സംഗതി എന്താണെന്ന് ചോദിച്ചു. അതിന് അവൻ, നീതിമാനും ദൈവഭക്തനും യഹൂദന്മാരുടെ സകല ജാതിയാലും നല്ല സാക്ഷ്യം കൊണ്ടുവരുമായ കൊർന്നല്യോസ് എന്ന ശതാധിപന് നിന്റെ വീട്ടിൽ വരുത്തി നിന്റെ പ്രസംഗം കേൾക്കണമെന്ന് ഒരു വിശുദ്ധ ദൂതനാൽ അരുളപ്പാടുണ്ടായിരിക്കുന്നു. അവൻ അവരെ അകത്ത് വിളിച്ച് പാർപ്പിച്ചു.
യോപ്പയിലെ സഹോദരന്മാർ ചിലരും അവനോട് കൂടെ പോയി. സ്തോത്രം. പിറ്റേന്നാൾ കൈസരിയിലെത്തി. അവിടെ കൊർന്നേലിയോസ് ചർച്ചക്കാരെയും അടുത്ത സ്നേഹിതന്മാരെയും കൂട്ടിവരുത്തി അവർക്കായി കാത്തിരുന്നു. പത്രോസ് അകത്ത് കയറിയപ്പോൾ കൊർന്നേലിയോസ് എതിരേറ്റ് അവന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. സ്തോത്രം. കണ്ടോ, കൊർന്നേലിയോസിന്റെ ഭവനത്തിലേക്ക് പത്രോസ് ചെന്നപ്പോൾ പത്രോസിന്റെ കാൽക്കൽ വീണുവരെയും നമസ്കരിക്കുക. അത്രയ്ക്കും ബഹുമാനവും റെസ്പെക്റ്റും ആർക്ക് കൊടുക്കുക? പത്രോസിന് കൊടുക്കുക. അടുത്തത് കണ്ടോ, പത്രോസ് ഉടനെ പറഞ്ഞു, ദൈവത്തിന്റെ ആത്മാവുള്ള പുരുഷൻ ഉടനെ പറയുക, എന്റെ കാൽക്കൽ വീടല്ലേ, ഞാനും കേവലം ഒരു മനുഷ്യനാണ്, നിന്നെ പോലൊരു മനുഷ്യനാണ്. സ്തോത്രം. നീ ആരുടെ കാൽക്കൽ വീടാവും? ദൈവത്തിന്റെ കാൽക്കൽ വീടാവും. ദൈവത്തെ മാത്രമേ നമസ്കരിക്കാവൂ. അല്ലാതെ നീ ഇത്രയും റെസ്പെക്ട് ഒരിക്കലും എന്ത് ചെയ്യണ്ട, എനിക്ക് തരണ്ട. ഞാനും നിന്നെ പോലൊരു മനുഷ്യനാണ്. മനുഷ്യനാണ്. ദൈവം അയക്കുവോ? ദൈവം അയച്ചിട്ടേ പോവാവും. ദൈവം പറഞ്ഞിട്ടേ ചെയ്യാവൂ. വിളിച്ചെന്ന് പറഞ്ഞ് നീ പോവല്ലേ, വിളിച്ചെന്ന് പറഞ്ഞ് നീ പോവല്ലേ. സ്തോത്രം. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. സ്തോത്രം. ചങ്ങനാശ്ശേരി തെങ്ങണ എന്ന് പറയുന്നൊരു സഭ, ഏജിയുടെ സഭ. സ്തോത്രം. അവിടെ ഇരിക്കുന്ന ഒരു പാസ്റ്റർ, പുള്ളിക്കാരൻ പെരുമ്പാവൂരിന് അപ്പുറത്തുള്ള, സ്തോത്രം, അടുത്തുള്ള ഒരു ഭവനത്തില പുള്ളിയുടെ വീട്. സ്തോത്രം. അവരുടെ ബന്ധുക്കൾ, അവരുടെ അളിയന്മാർ മിക്കവാറും മീറ്റിംഗ് വെക്കുമ്പോൾ അവിടെ എന്നെ വിളിക്കുക. ഞാൻ പോയി ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. എന്നെ പുള്ളിക്കാരൻ അങ്ങനെ പരിചയവും, പുള്ളിക്കാരൻ അങ്ങനെ ഒരു പരിചയമുള്ള ഒരു മനുഷ്യൻ ഒരു ദിവസം എന്നെ വിളിച്ചു. പുള്ളി ചങ്ങനാശ്ശേരി തെങ്ങണ എന്ന് പറയുന്ന ഏജിയുടെ ഒരു സഭയ്ക്കകത്ത് പാസ്റ്ററായിരിക്കും. പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഈ വരുന്ന, സ്തോത്രം, ഒരു ഡേറ്റ് പറഞ്ഞു, വെള്ളി ശനി ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഞാൻ ബുക്ക് ചെയ്യുക, മീറ്റിങ്ങിന് വരണം. അപ്പൊ ഇന്ന ആളുടെ അളിയന വ്യക്തിപരമായി എനിക്ക് അറിയാവുന്നത്, അദ്ദേഹത്തിന്റെ അളിയന് ഞാനുമായിട്ട് നല്ല ബന്ധം. ആ ഒരു ബന്ധത്തിൽ ഞാൻ പറഞ്ഞു, ഓക്കെ ഞാൻ വരാമെന്ന് പറഞ്ഞു. ആ ദിവസം നോട്ട് ചെയ്തോണ പാസ്റ്റർ, മറക്കല്ലേ. ഞാൻ ഡേറ്റ് നോട്ട് ചെയ്തു. മീറ്റിംഗ് നല്ല ശക്തമേറിയ ഉപവാസ പ്രാർത്ഥന. ഞാൻ 2 ദിവസം സ്വന്തം അവർക്ക് ഡേറ്റ് കൊടുത്ത് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിനകത്തിരുന്നപ്പോൾ എന്നോട് കർത്താവ് ചോദിച്ചു. അന്ന് രാത്രി ഞാൻ പറിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞിട്ട് ഈ മീറ്റിംഗ് ഞാൻ ദിവസം ഇങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിനോട് ചോദിച്ചു, ഞാൻ പറഞ്ഞു നിന്നോട് പോകാൻ. എനിക്ക് ആകെ ഭയമായി. പിന്നെ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, അത് പാസ്റ്ററല്ലേ എന്നെ വിളിച്ചത്, മീറ്റിങ്ങിനല്ലേ വിളിച്ചത്, കർത്താവിന്റെ നാമം ഉയർത്താനല്ലേ വിളിച്ചത്, ദൈവസഭയല്ലേ അത്. ഞാൻ നിന്നോട് പറഞ്ഞു പോകാൻ. ഈ ഒറ്റ ചോദ്യമാ പിന്നെ വരുന്നത്. എനിക്ക് പേടിയാവാൻ തുടങ്ങി. ഞാനന്ന് രാത്രി മൊത്തം പ്രാർത്ഥിച്ചു. കർത്താവ് പ്രാർത്ഥിക്കുന്ന സമയങ്ങളെല്ലാം കർത്താവ് എനിക്ക് വേർതിരിച്ച് പറയുന്നത്, ഞാൻ പറഞ്ഞോ നിന്നോട് പോകാൻ. അന്ന് മുതൽ ഞാനൊരു തീരുമാനമെടുത്തു. കർത്താവ് പറയാതെ ഞാൻ ഏക്കത്തില്ല. കർത്താവ് പറയട്ടെ, ഞാൻ പോകത്തുള്ളൂ. സ്തോത്രം. ഞാൻ അന്ന് ദിവസമായി പറഞ്ഞു, കർത്താവെ അങ്ങ് പറയാതെ ഞാൻ പോകത്തില്ല, അങ്ങ് പറയാതെ ഞാൻ. അപ്പൊ കർത്താവിനോട് പറഞ്ഞു, പിറ്റേന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ കർത്താവിനോട് വെളിപ്പെടുത്തി, ആ മീറ്റിംഗ് ഞാൻ ക്യാൻസൽ ചെയ്തേക്കാം. ദൈവ നിയോഗമല്ല നിന്നെ എനിക്ക് അവിടെ അയക്കാൻ. ഞാൻ പിറ്റേന്ന് തന്നെ ആ ദൈവാസനെ വിളിച്ചു, പാസ്റ്ററിനോട് ക്ഷമിക്കുക, ഞാൻ ഇന്നലെ പാർശ്വപ്പ എന്നോട് ദൈവം പറഞ്ഞു അവിടെ പോകാൻ പറ്റില്ല. പുള്ളിക്കാരെ ഒറ്റ ചിരിയിരിച്ചിട്ട് എന്നെ പരിഹസിച്ചു. ഞാൻ കിടക്കുവോ? പരിഹസിച്ചു. നിങ്ങൾ ആരാ നിങ്ങളറിയുന്നത്? ഞാൻ ആരാന്നറിയുന്നത്? നിങ്ങൾക്ക് ദൈവ നിയോഗം, അതെന്തോ നിയോഗം, അങ്ങനെ ഒരു നിയോഗം. ഞാൻ പുള്ളിക്കാരോട് പറഞ്ഞു, നിങ്ങൾ ഇന്ന ആളുടെ അളിയനായോണ്ടാണ് ഞാൻ സംസാരിക്കാറ്. അല്ലെങ്കിൽ ഞാൻ നല്ല രീതിയിൽ നിങ്ങൾ സംസാരിക്കുന്ന അതേ ടൂണിൽ എനിക്കറിയാൻ സംസാരിക്കാം. മേലെ എന്നെ വിളിച്ച പോലെ വിളിച്ചേക്കാം. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ അളിയൻ എന്നെ വിളിച്ചിട്ട്, അദ്ദേഹത്തിന്റെ മരണം ദാരുണ്യ മരണമായിരുന്നു. കൈകാല അനക്കാൻ വൈകിയാതെ 3 വർഷത്തോളം ബെഡിൽ കിടന്നു നരകിച്ചൊരു മരണം. എന്നോട് പറഞ്ഞു, പാസ്റ്റർ ദൂരം പെരുമ്പാവൂർ വരെ വരണമെന്ന് ഓർത്താണ് ഞാൻ വിളിക്കാൻ. വിളിച്ചാലും ഞാൻ പോകത്തില്ല. ഞാൻ ഞെട്ടിപ്പോയി ആ മരണം കേട്ടപ്പോൾ. അദ്ദേഹം അനുഭവിച്ച വേദനകൾ കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി.
ദൈവമക്കളെ, ദൈവനിയോഗം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെയൊന്നും അല്ല, അത് അനുഭവിച്ച ദൈവദാസന്മാർക്കേ പറയാൻ പറ്റൂ ദൈവനിയോഗം. ഞാൻ പ്രാർത്ഥിച്ച എനിക്ക് ദൈവനിയോഗം ഇല്ലാത്ത കാര്യത്തിനകത്ത് ഞാൻ പോകത്തില്ല. അയ്യോ, അതും പ്രാർത്ഥനയല്ലയോ, അതും പല കാര്യങ്ങളും ദൈവത്തിന്റെ നാമത്തെ പോവല്ല ദൈവമക്കളെ. ദൈവം പറയാത്ത കാര്യം പോവല്ല. അന്ന് ഞാൻ തീരുമാനമെടുത്തു. അത് 3 വർഷം കഴിഞ്ഞിട്ട് ഇന്നലെ ഞാൻ അത് കേട്ടപ്പോ ഞാൻ പിന്നെ ദൈവത്തെ സ്തുതിച്ചു. കാര്യം എന്തുവാ? ഞാൻ പോവാത്തതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിച്ചു. പോവാത്തതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചു. കാര്യം എന്തുവാ? ആ ശിക്ഷ കിട്ടിയത് ഞാൻ 3 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത്. ഞാൻ അവിടെ വെച്ച വിഷയം വിട്ടു. ഞാൻ അദ്ദേഹത്തിന്റെ അളിയനും ഞാനുമായിട്ട് നല്ല സ്നേഹമായിട്ട് ആ വിഷയമേ ഞാൻ വിട്ടു. അല്ലെങ്കിൽ തന്നെ എനിക്ക് അതുമായിട്ട് എന്റെ വിഷയം തീർന്നാൽ പിന്നെ ഞാൻ അതുമായിട്ട് മൈൻഡ് ചെയ്യത്തില്ല. ഞാൻ അപ്പോഴേ ആ വിഷയം വിടും. പിന്നെ അതിനകത്ത് എന്ത് ചെയ്യത്തില്ല, ചിന്തിക്കാനോ പറയാനോ കേൾക്കാനോ ഒന്നും ഞാൻ നിൽക്കത്തില്ല. ഞാൻ അപ്പോഴേ അവിടെ സ്റ്റോപ്പ് ചെയ്ത വിഷയമാണ്. പിന്നെ അതൊന്നും എന്റെ വിഷയമേ അല്ല, ഞാനുമായിട്ടുള്ള ഒരു ബന്ധവുമില്ല. പക്ഷെ ഞാനത് കേൾക്കാൻ ദൈവം എനിക്ക് ഏൽപ്പിച്ചപ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിച്ചു പോയി. പരിഹസിച്ചാൽ, അപമാനിച്ചാൽ നീ വില കൊടുക്കും. നീ ഒരു പരിഹാസമായി അപമാനിച്ചു. അവൻ ദൈവമക്കളെ എന്ത് ചെയ്യല്ലേ? ദൈവത്തിന്റെ ദർശനവും വെളിപ്പാടുള്ളവനെ ദൈവീയ വെളിപ്പാടുകളോടാ പറയുന്നെങ്കിൽ പരിഹസിക്കാൻ നിൽക്കുക. സ്തോത്രം. ഇന്ന് ചിലർ പറയും, അവരുടെ ബുദ്ധിന്ന് ചിലത് പറഞ്ഞ് നമ്മളെ പേടിക്കും. വീഴല്ലേ, അതിനകത്ത് വീഴല്ലേ. അതിനെന്ത് വേണം? നിങ്ങൾക്ക് അത് വിവേചിക്കാനുള്ള ഒരു കൃപാവരം പ്രാപിക്കണം. അതെല്ലാ ദൈവമക്കൾക്കും തന്നിട്ടുണ്ട് വിവേചിക്കാൻ. അത് അല്പനേരം ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ മതി. ഇത് ശരിയാണോ അല്ലയോ എന്ന് കാണിച്ചാൽ കർത്താവ് വെളിപ്പെടുത്തി തരും. അവിടെ ദൈവം നിനക്ക് യെസ് പറഞ്ഞു കഴിഞ്ഞാൽ പുറകെ പോകണം, നോ പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്തോണം. സ്തോത്രം. കൊർലോസിന്റെ ഭവനത്തിൽ ചെന്നു. പത്രോസിന്റെ കൂടെ ഉള്ളവർ ചുമ്മാ പോയതാ. ഈ ജാതിയായ ഇവന്റെ വീട്ടിൽ എന്തിനാ പോയെന്ന് പറഞ്ഞു. കൊർലോസിന്റെ ഭവനത്തിൽ ചെന്നപ്പോഴേ കൊർലോസ് കാണിക്കുന്ന ബഹുമാനം കണ്ടപ്പോ, ദൈവത്തിന്റെ വചനം ഏറ്റെടുക്കാനുള്ള സ്തോത്രം ആകാംക്ഷ കണ്ടപ്പോൾ ആർക്ക് മൗനമായിട്ടിരിക്കുന്നില്ല. കൂടെ വന്നവർക്ക് മൗനമായിട്ട് അവര് അന്തം വിട്ടുപോയി, ദൈവത്തെ സ്തുതിച്ചു. കാര്യം എന്തുവാ? കൊർലോസ് ഭവനം മാത്രമല്ല, അതിനകത്ത് കൊർലോസിന് അറിയാവുന്ന ദൈവത്തെ ഭയപ്പെടുന്നവരെ എല്ലാം കൂട്ടി വരുത്തിയിട്ടുണ്ട്. ഒരു വലിയൊരു കൂട്ടത്തെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു. ആര് പ്രസംഗിക്കാൻ? പത്രോസ് പ്രസംഗിക്കാൻ. പത്രോസ് ചോദിച്ചു, എന്തിനാ അവിടെ കൊണ്ടുവന്നത്? അപ്പൊ പറഞ്ഞു, നിങ്ങൾ വായി നിന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട് ചില വചനം കേൾക്കും. യേശു ക്രിസ്തുവിനെ കുറിച്ച് പത്രോസ് അങ്ങോട്ട് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ അവരങ്ങോട്ട് ഓടി വന്ന് അവിസ്തോത്രം പരിശുദ്ധാത്മാവ് കൊണ്ട് എന്ത് ചെയ്യുന്നു നടന്നു. ദൈവത്തിന്റെ വചനം അവരങ്ങോട്ട് പത്രോസ് പ്രസംഗിച്ചപ്പോൾ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അങ്ങോട്ട് യേശു ക്രിസ്തുവിനെ കുറിച്ച് അങ്ങോട്ട് പ്രസംഗിച്ചപ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്ന് വീണു. അവർ അന്യഭാഷയാൽ നിറയപ്പെടാൻ തുടങ്ങി. അന്യഭാഷയാൽ നിറയപ്പെടാൻ തുടങ്ങി. അവർ ഏറ്റെടുക്കാൻ തുടങ്ങി. അപ്പൊ പത്രോസ് കൂടെ വന്നവരോട് ചോദിച്ചു, അവരെ സ്നാനം വിളക്കാൻ എന്നെ കൊണ്ട് നീ കഴിയുമോ? അവർ പറഞ്ഞു, ഒരിക്കലുമില്ല, സ്നാനപ്പെടുത്തിക്കോ. അവര് ദൈവത്തിനുള്ളതാണ്, അവർ ജാതിയല്ല, അവർ ദൈവത്തിനുള്ളത്. കാര്യം എന്തോ? ഇവർ ഇത്രയും സമർപ്പണം നമ്മളെ കൂട്ടത്തിനകത്ത് പോലുമില്ല. ഇവരെ ഏറ്റെടുത്തോ, ഇവരെ ദൈവം അനുഗ്രഹിക്കും. അതുകൊണ്ടാണ് നമ്മള് പലതും വിട്ടു വരുമ്പോൾ ദൈവം നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. നമ്മള് വിഗ്രഹാരാധനകളിൽ നിന്നെല്ലാം വിട്ട് ജീവനുള്ള ദൈവത്തെ കണ്ട് വരുമ്പോ ദൈവം നമ്മളെ സ്നേഹിക്കുന്നതിന്റെ കാര്യം ഇതാ. കാര്യം എന്തുവാ? വിട്ട് വന്നു ദൈവത്തിന് സമർപ്പണം, ദൈവത്തിന് വില കൊടുക്കുന്ന കണ്ടപ്പോ ആര് മാനിക്കുക? ദൈവം മാനിക്കുക. നിങ്ങൾ മനുഷ്യന്റെ സർട്ടിഫിക്കറ്റിന് വേണ്ടി വന്നതല്ല, എന്റെ സർട്ടിഫിക്കറ്റിന് വേണ്ടി വന്നതല്ല. ആറ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയാ? യേശു ക്രിസ്തുവിന്റെ സർട്ടിഫിക്കറ്റിന് വേണ്ടി വന്നു. വായിച്ച തീരത്തില്ല, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞത്. കാര്യം എന്തുവാ? പത്രോസ് ചോദിച്ചു, ഇനി ഇവരെ എനിക്ക് സ്നാനപ്പെടുത്തുന്നതിന് വിലക്കാൻ പറ്റൂ? അവര് കാണാൻ വന്നതാ, വിലക്കേണ്ടടുത്തല്ല വിലക്കാൻ വന്നതാ. അവര് പറഞ്ഞു, വിലക്കരുതേ, അവരെ സ്നാനപ്പെടുത്തിക്കൂ. പത്രോസ് എന്ത് ചെയ്തു? പിതാപുത്രൻ പരിശുദ്ധാത്മാവിന്റെ നാമത്താൽ വെള്ളത്താൽ അവരെ സ്നാനപ്പെടുത്തി. അവർ ക്രിസ്തുവിനുള്ളതായി തീർന്നു. ഈ സമർപ്പണം ആർക്കുണ്ടാവണം? ആ ഭവനത്തിലേക്ക് പോകാനാ ദൈവം വിളിച്ചത്. അത് കാണുന്ന ഭവനത്തിലും കാണുന്നിടത്തും എല്ലാം കയറി ഇറങ്ങി യേശു ക്രിസ്തുവിനെ ഞാൻ പറയാന്ന് പറഞ്ഞു. പറയാനല്ല ദൈവം വിളിച്ചിരിക്കുന്നത്. നിനക്ക് തന്നിരിക്കുന്ന ഓരോ കൃപാവരങ്ങളും, പ്രവചനമാവട്ടെ, വചനമാവട്ടെ, രോഗസൗഖ്യമാവട്ടെ, സ്തോത്രമാലയിൽ നിനക്ക് തന്നിരിക്കുന്ന ഓരോ കൃപാവരവും അത് ചെയ്യേണ്ടത് കർത്താവ് പറഞ്ഞാണ് അത് ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ കർത്താവിന്റെ നാമം ചെയ്യത്തുള്ളൂ. നാളെ എനിക്ക് പ്രവചനം തന്നു. മോദിയോട് വിളിച്ചു പറയാം, അടുത്ത ഇലക്ഷന് മോദി 1.5 ലക്ഷം വോട്ടിന് ജയിക്കും. അതിനാണ് എനിക്ക് പ്രവചനം തന്നത്. പ്രവചനം തന്നെ അതിനു വേണ്ടിയാണ്. എന്റെ ദൈവമക്കളെ ദൈവമായിട്ട് ബലപ്പെടുത്താൻ എനിക്ക് പ്രവചനം തന്നത്. ദൈവമക്കളെ ദൈവമായിട്ട് ബലപ്പെടുത്തി, അവരെ ശക്തിപ്പെടുത്തി, അവരുടെ ബലഹീനങ്ങളെ മാറ്റി അവർക്ക് ഉറപ്പും ധൈര്യവും കൊടുത്ത് അവരെ ശക്തിപ്പെടുത്തി കൊണ്ടുവരുന്നതിനാ പ്രവചനം തന്നത്. അല്ലാതെ ഇവരുടെ വോട്ടിന്റെ എണ്ണം പറയാനല്ല എനിക്ക് പ്രവചനം തന്നേക്കുന്നത്.
എന്നല്ല എനിക്ക് പ്രവചനം തന്നിരിക്കുന്നത്. Praise the Lord. എനിക്ക് പ്രവചനം തന്നത് എന്തിനു വേണ്ടിയാണ്? കർത്താവിന്റെ രാജ്യത്തെ വർണ്ണിക്കുവാൻ. എനിക്ക് വചനത്തിന്റെ പൊരുൾ വെളിപ്പെടുത്തി തന്നിരിക്കുന്നു, കർത്താവിന്റെ രാജ്യത്തെ വർണ്ണിക്കുവാൻ. രോഗസൗഖ്യം തന്നിരിക്കുന്നു, കർത്താവിന്റെ രാജ്യത്തെ വർണ്ണിക്കുവാൻ. എല്ലാം ആരെ വർണ്ണിക്കാനാണ്? കർത്താവിന്റെ രാജ്യത്തെ. അതായത് കർത്താവിന്റെ വചനത്തെ വർണ്ണിക്കാതെ കർത്താവിന്റെ വചനത്തിനെതിരെ നിൽക്കുന്നവരെ സ്തുതിക്കാനും ആരാധിക്കുവാനും ഉയർത്തുവാനും അല്ല ദൈവം എനിക്ക് നല്ല തന്നിരിക്കുന്നത്. മുഖസ്തുതി നോക്കാനല്ല ദൈവം എന്നെ വിളിച്ചത്. ഓരോരുത്തരെ വലിപ്പം കണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനല്ല ദൈവം എന്നെ വിളിച്ചത്. പ്രാർത്ഥിക്കാൻ വിട്ടിട്ടുണ്ടെങ്കിൽ ദൈവനാമം അവിടെ അറിയിക്കണം. യേശു ഒരാൾ മാത്രമേ ഉള്ളൂ എന്ന് അറിയണം. നാളെ അവൻ എഴുന്നേറ്റ് പറയണം, ഇന്ന വിഷയത്തിനകത്ത് എനിക്ക് വിടുതൽ കിട്ടി, യേശു ക്രിസ്തുവാണ് ആരെ രക്ഷിച്ചത്, എന്നെ രക്ഷിച്ചത് പറയണം. അതിനാ ദൈവം അയക്കുന്നത്. അല്ലാതെ സ്തോത്രം അവൻ പറയുക ഞാൻ എല്ലായിടത്തും പോയി അപ്പൊ അവിടെയും പോയി എന്ന് പറയുന്നവനെ അല്ല ദൈവത്തിന് വേണ്ടത്. സ്തോത്രം. ദൈവത്തിന് വേണ്ട ഒറ്റ സ്റ്റാൻഡായിട്ട് എന്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചു, എന്റെ കുടുംബത്തെ അനുഗ്രഹിച്ചു, എന്റെ തലമുറയെ അനുഗ്രഹിച്ചു. എന്റെ കുടുംബത്തിനകത്ത് ഓരോന്നും തരുന്ന അനുഗ്രഹം ആര് തന്നത്? എന്റെ ദൈവം തന്നത്. ആ പറയുന്നവരെയാണ് ആർക്ക് വേണ്ടത്? ദൈവത്തിന്. സ്തോത്രം. ഞാൻ അവിടെയും പോയി ഇവിടെയും പോയി. സ്തോത്രം. ആ പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നു, ഞാൻ അവിടെയും പോയായിരുന്നു, ഇല്ലയോ? പറയുന്നവനെ അല്ല അനുഗ്രഹത്തിന്. സ്തോത്രം. യേശു ക്രിസ്തു എനിക്ക് തന്ന അനുഗ്രഹം പറയുന്നവനെ ആർക്ക് വേണ്ടേ? അവന് വേണ്ടിയാ പ്രാർത്ഥിക്കാൻ പറഞ്ഞത്, അവന് വേണ്ടിയ ദൂത് പറയാൻ പറഞ്ഞത്, അവനെ ആ വചനത്താൽ ബലപ്പെടുത്താം. കൊർലോസ് അങ്ങനെ ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒരു ഭവനത്തിലേക്കാണ് ആരയച്ചത്? പത്രോസിനെ കർത്താവ് അയച്ചു. കർത്താവ് ചോദിച്ചു, പത്രോസ് ചോദിച്ചു, കൂടെ ഉള്ളവരെ വിളിച്ചു, ഞാൻ ഇവരെ നീ സ്നാനം വിലക്കാൻ പറ്റും? സ്നാനപ്പെട്ടതാ പരിശുദ്ധാത്മാവിനെ എല്ലാവരും കിട്ടി, ഇവർക്ക് അതിന് മുമ്പേ കിട്ടി. വചനം ഏറ്റെടുത്തപ്പോഴേ അന്യഭാഷ എന്നറിയപ്പെട്ടു. പത്രോസ് ചോദിക്കുക, എന്റെ കൂടെ വന്ന് ശിഷ്യന്മാരോട് ചോദിക്കുക, യോഗനാരോടുള്ള ചോദിക്കുക, ഞാൻ ഇനി ഇവരെ സ്നാനപ്പെടുത്താൻ വിലക്കാൻ പറ്റുമോ? അവർ പറഞ്ഞു ഒരിക്കലും ഇല്ല സ്നാനപ്പെടുത്താൻ. കാര്യം എന്തുവാ? നമ്മളായിട്ടും കൂടുതലായി അവരാരെ അറിഞ്ഞു? കർത്താവിനെ അറിഞ്ഞു, കർത്താവിനെ കീഴ്പ്പെടും, കർത്താവിനെ അനുസരിക്കും. അപ്പൊ കർത്താവിനെ കീഴ്പ്പെടുകയും കർത്താവിനെ അനുസരിക്കുന്നവനെ ആർക്ക് വേണം? ദൈവത്തിന് വേണം. ദൈവവചനം കേട്ടിട്ടുണ്ടെങ്കിൽ, ദൈവവചനത്തിന് കീഴ്പ്പെട്ടിട്ടുണ്ടെങ്കിൽ, ദൈവവചനത്തെ അനുസരിച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയമായി നമ്മളെ കുടുംബത്തെ ആര് മാനിക്കും? കർത്താവ് മാനിക്കും. ഒരിക്കലും കർത്താവ് നമ്മളെ നിന്ദിക്കുവാനോ പരിഹസിക്കുവാനോ ഉപേക്ഷിക്കുവാനോ അല്ല കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് അനുഗ്രഹിക്കുന്നതാണ്. സ്തോത്രം. ഇന്ന് ദൈവമക്കളെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം, എന്നെ കർത്താവ് വിളിച്ചത് അനുഗ്രഹിക്കാനാണ്, എന്റെ കുടുംബത്തെ വിളിച്ചത് അനുഗ്രഹിക്കാനാണ്, എന്റെ തലമുറയെ വിളിച്ചിരിക്കുന്ന അനുഗ്രഹിക്കാനാണ്. എനിക്ക് 3 തലമുറ തന്നിട്ടുണ്ടോ? 1 തലമുറയെ തന്നിട്ടുണ്ടോ? 2 തലമുറ തന്നിട്ടുണ്ടോ? ദൈവം വിളിച്ചത് അനുഗ്രഹിക്കാനാണ്. ഞാൻ ഒറ്റയ്ക്കാണെന്ന് വിളിക്കുന്നത്, എന്നെ ദൈവം വിളിച്ച് അനുഗ്രഹിക്കാനാണ്. ആ കാഴ്ചപ്പാടോട് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ ആർക്ക് വേണ്ടത്? കർത്താവിന് വേണ്ടത്. സ്തോത്രം. കർത്താവിന് വേണ്ടത്. ദൈവം നമ്മളെ അനുഗ്രഹിക്കണം. നേരത്തെ എല്ലാം സ്വന്തം ദൈവമക്കൾ പോകുമ്പോൾ ഞാൻ പറയുമായിരുന്നു, അവിടെ ആരാധനയ്ക്ക് കിട്ടുന്നെങ്കിൽ പോകണം. ഇപ്പൊ പറയത്തില്ല. കാര്യം എന്തുവാ? എനിക്കറിയാം, ഇപ്പൊ റൂട്ട് വേറെയാ. സ്തോത്രം. റൂട്ട് വേറെയാ, അവരുടെ കാഴ്ചപ്പാട് വേറെയാ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തോട് അടുപ്പിക്കുക വേണ്ടത്. ദൈവത്തോട് അടുപ്പിക്കുക. ഒരു ദൈവജനത്തെ എന്ത് ചെയ്യുക? ദൈവത്തോട് അടുപ്പിക്കുക. വിശുദ്ധി വേർപാടോട് അടുപ്പിക്കുക. അവന്റെ പാപത്തെ ബോധ്യപ്പെടുത്തുക, അവന്റെ പാപത്തിൽ നിന്ന് അവനെ മാറ്റുക, അവനെ ദൈവത്തെ അടുപ്പിക്കുക. സഭ ചെയ്യുന്നത് ഇന്ന് സഭ മുഴുവനും എന്ത് ചെയ്തിരിക്കുക? പാപത്തിൽ നിൽക്കുക. ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും എഴുതേക്കാം, പ്രാർത്ഥിക്കാം. കർത്താവിന്റെ പാദപീഠത്തിലേക്ക് പരിപൂർണമായി ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് പകല് ദൈവം കേട്ട ദൈവത്തിന്റെ വചനങ്ങൾ ഓരോ കുടുംബത്തിനകത്ത് നിവർത്തിയാവട്ടെ, ഓരോ കുടുംബത്തിനകത്ത് നിവർത്തിയാവട്ടെ. കർത്താവെ, ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിശ്ചയമായി ഞാനും എന്റെ കുടുംബവും അത് ചെയ്യും. ഇന്ന് പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ ഇന്ന് കർത്താവിന്റെ പാദപീഠത്തിലേക്ക് ഏൽപ്പീര്. ഇന്ന് ഓരോ കുടുംബത്തിനകത്തും ആ പ്രാർത്ഥന വെളിപ്പെടാട്ടെ, ഓരോ കുടുംബത്തിനകത്തും ദൈവത്തിന്റെ വചനം വെളിപ്പെടാട്ടെ. ദൈവം എന്നെ കുറിച്ച് ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവം എന്റെ കുടുംബത്തെ കുറിച്ച് ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ ഞാനും എന്റെ കുടുംബം ആ ദൂത് പ്രാപിക്കാൻ പോവുക. എല്ലാ കുടുംബത്തിനകത്തും ആ ദൈവത്തിന്റെ വാർത്ത നിവർത്തിയാവട്ടെ. ഓരോ കുടുംബത്തിനകത്തും ദൈവത്തിന്റെ ദൂത്
നിവൃത്തിയാവട്ടെ. ഇന്ന് ദൈവത്തിന്റെ വചനം വെളിപ്പെടട്ടെ. ഇന്ന് ദൈവത്തിന്റെ വചനം വെളിപ്പെടട്ടെ. എല്ലാവർക്കും റൗണ്ടായിട്ട് നിൽക്കാം, റൗണ്ടായിട്ട് കൈ ഓർക്കാം. ഇന്ന് നമ്മൾ സഭയ്ക്കായി വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. എല്ലാം സഭയ്ക്കായി വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. ദൈവമക്കൾക്കായി വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. ഓരോ കുടുംബത്തിനാ വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. ഇന്ന് പകല ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നിവൃത്തിയാവട്ടെ. ഓരോ കുടുംബത്തിനകത്തും ആ ദൈവത്തിന്റെ ദൂത് നിവൃത്തിയാവട്ടെ. ഓരോ കുടുംബത്തോടും ഇന്ന് വ്യക്തിപരമായി പരിശുദ്ധാത്മാവ് ഇടപെടട്ടെ. ദൈവമേ കർത്താവേ, ഞങ്ങൾ സഭാ ഹോളിനായി വേണ്ടി പ്രാർത്ഥിക്കുക. സഭാ ഹോളിന് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം 2024 8ാം മാസമായി ദൈവം ഞങ്ങൾക്കായി സഭാ ഹോൾ ദൈവം തരട്ടെ. അത് ഗ്രൗണ്ട് ഫ്ലോറിൽ ദൈവം തരട്ടെ. എല്ലാ സൗകര്യത്തോടും എല്ലാ ദൈവമക്കൾക്കും വരാൻ കിഴക്കൂന്നും പടിഞ്ഞാറുന്നും വടക്കും തെക്കൂന്നുമായി അനേകം ദൈവമക്കൾ കടന്നു വരട്ടെ. ദൈവത്തെ ആരാധിക്കുന്ന ഒരു ആലയമായി തീരട്ടെ. ഓരോ കുടുംബത്തെ അനുഗ്രഹിക്കുന്ന ആലയമായി തീരട്ടെ. ഓരോ കുടുംബത്തോടും വ്യക്തിപരമായി പരിശുദ്ധാത്മാവ് ഇടപെടുന്ന ഒരു ആലയമായി തീരട്ടെ. യേശു ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ആലയമായി തീരട്ടെ. മർക്കോസിന്റെ മാളികയിൽ അവർ ഒന്നിച്ചു കൂടിയപ്പോൾ അവിടെ ദൈവത്തിന്റെ ശക്തി വെളിപ്പെട്ടതുപോലെ വെളിപ്പെടുന്ന ആരാധന ആലയമായി തീരട്ടെ. കൊട്ടാരക്കര പട്ടണത്തിനകത്ത് ആലയം വരട്ടെ. അതിന്റെ തടസ്സങ്ങൾ മാറട്ടെ. അതിനായുള്ള വഴികൾ തുറക്കട്ടെ. ദൈവമേ, ഓരോ കുടുംബവും അനുഗ്രഹപ്പെടട്ടെ. ഓരോ കുടുംബവും അനുഗ്രഹപ്പെടട്ടെ. ഏത് രോഗിയെ സൗഖ്യമാക്കുന്ന, ഏത് രോഗിയെ വിടുവിക്കുന്ന സ്ട്രക്ചറിൽ ആളിനെ കൊണ്ടുവരട്ടെ. വീൽചെയറിൽ ആളിനെ കൊണ്ടുവരട്ടെ. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നടക്കട്ടെ. ഹീലിംഗ് നടക്കട്ടെ. പ്രവചനങ്ങൾ ദൂതുകൾ നിവർത്തിയാവട്ടെ. അപ്പൊ സഭയ്ക്കകത്ത് ദൈവമക്കൾ അനുഗ്രഹപ്പെടട്ടെ. സഭയെ ദൈവജനം അനുഗ്രഹപ്പെടട്ടെ. ഓരോ കുടുംബവും അനുഗ്രഹപ്പെടട്ടെ. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഓരോ കുടുംബം പ്രാപിക്കട്ടെ. ഇന്ന് പകല ദൈവത്തിന്റെ ദൂത് പ്രാപിക്കുന്നതിനായി, ഇന്ന് പകല ദൈവത്തിന്റെ വാഗ്ദത്തം പ്രാപിക്കുന്നതിനായി അത്ഭുതത്തോട് അടയാളത്തോട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവമേ എല്ലാ വാതിലുകളും തുറക്കട്ടെ. സഭയ്ക്കകത്ത് ആരാധന ഇരട്ടിയാവട്ടെ. ഉണർവ് ഇരട്ടിയാവട്ടെ. ദൈവത്തിന്റെ വചനം ഇരട്ടിയാവട്ടെ. ദൈവത്തിന്റെ വചനത്തിന്റെ പൊരുളുകൾ വെളിപ്പെടട്ടെ. കൃപ പെരുകട്ടെ. ഓരോ കുടുംബത്തോടും യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകല ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ വിഷയത്തിനകത്ത് ഇന്ന് മറുപടി ഉണ്ടാവട്ടെ. ദൈവ ജനത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിനെ ഒരുക്കുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം. രോഗിയായ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുതൽ നടക്കട്ടെ. സാമ്പത്തികമായി ഭാരപ്പെടുന്നുവെങ്കിൽ ഇന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മറുപടി ഉണ്ടാവട്ടെ. ജോലിക്കായി കാത്തിരിക്കുന്നവർക്ക് ജോലി ഒരുക്കട്ടെ. ഭവനത്തിനായി കാത്തിരിക്കുന്നവർക്ക് ഭവനം ഒരുക്കട്ടെ. സമാധാനത്തിനായി കാത്തിരിക്കുന്നവർ സമാധാനം ഒരുക്കട്ടെ. സന്തോഷത്തിനായി കാത്തിരിക്കുന്നവരുടെ സന്തോഷം ഒരുക്കട്ടെ. ഓരോ കുടുംബത്തോടും വ്യക്തിപരമായി ഇന്ന് പരിശുദ്ധാത്മാവ് ഇടപെടട്ടെ. ദൈവത്തിന്റെ ആലോചന ഓരോ കുടുംബത്തിനകത്തും ഉണ്ടാവട്ടെ. ദൈവം കുടുംബത്തിനകത്ത് ഇനി രക്ഷിക്കപ്പെടുവാനുണ്ട്. പരിശുദ്ധാത്മാവിനെ അറിയുവാനുണ്ട്. യേശുവിനെ അറിയുവാനുണ്ട്. ഇന്ന് പകൽ ഓരോ കുടുംബം യേശുവിനെ അറിയട്ടെ. ഇന്ന് യേശുവിനെ അറിയട്ടെ. ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഓരോ കുടുംബം കർത്താവിനെ അറിയുവാൻ കാരണമാവട്ടെ. ഭവനത്തിനകത്ത് കർത്താവിനെ അറിയാത്തവര് ഇന്ന് യേശുവിനെ ക്രിസ്തുവിനെ